പെരുന്നാളുകളുടെ പൂക്കാലമാണ് എവിടെയും. ഒരു പെരുന്നാളിന് കൊടിയിറങ്ങുമ്പോൾ അടുത്ത പെരുന്നാളിന് കൊടിയേറ്റിട്ടുണ്ടാകും. പെരുന്നാളുകൾ തകൃതിയായി നടക്കുമ്പോൾ പലപ്പോഴും പെരുന്നാളുകളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാതലായ പലതിനെയും വിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന പലതിൻ്റെയും പിന്നാലെ പരക്കം പായുന്നു എന്നുള്ളതാണ് നമ്മുടെ തമ്പുരാനെ, ഞങ്ങളുടെ ദേശത്തെ നിങ്ങളുടെ പെരുന്നാളുകൾ പ്രകാശമുള്ളതാകുവാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുവീന്നാണ് പറയുന്നത്. ഒന്ന്, അനാഥരോട് നീതി ചെയ്യുവീൻ, മകളെ സംരക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും. പെരുന്നാളുകൾ പ്രകാശമുള്ളതാകണമെങ്കിൽ നമ്മൾ അയ്യം മുഴുവനും പള്ളി മുഴുവനും വീടുകൾ മുഴുവനും ലൈറ്റ് ഇടുന്നതല്ല, ചെണ്ടകൊട്ടിനും ബാൻഡിനും നേർച്ച കൊടുക്കുന്നതല്ല, ഭക്ഷണത്തിന് നേർച്ച കൊടുക്കുന്നതല്ല. നിങ്ങൾ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുവീൻ, അവരോടൊന്ന് ചേർന്നിരിക്കുവീൻ, അവരെ ചേർത്ത് നിർത്തുവീൻ. അപ്പോഴാണ് നിങ്ങളുടെ പെരുന്നാൾ അനുഗ്രഹമാകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ പെരുന്നാൾ ദേശത്തിന് പ്രകാശമുള്ളതാകുന്നത്. അങ്ങനെ ദേശം പ്രകാശിക്കുന്ന, ദേശം മഹാമാരികളിൽ നിന്ന് നിലവിളിച്ചൊരു വിളിയുണ്ടല്ലോ, നിലവിട്ടുള്ള വിളി, നിലവിളി. ആ നിലവിളിയിലേക്ക് തിരിച്ചു വരുവാൻ ഈ പെരുന്നാൾ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രത്യേകമായി അല്പസമയം ചിന്തിക്കുന്നത് ഏവർക്കും സുപരിചിതമായ തിരുവചന ഭാഗമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം. എടുക്കണ്ട കേട്ടോ, വേദപുസ്തകം എടുക്കണ്ട. എന്താ ചോദിച്ചാലേ ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കുന്ന തുപ്പൽ കുത്തേച്ച് ഉൽപ്പത്തി പറഞ്ഞാലും അങ്ങേ അറ്റം പോവും. എവിടാ അപ്പോസ്തലപ്പുറത്ത് വരെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് എടുക്കണ്ട, അടച്ചു വെച്ചാൽ. തെറ്റുണ്ടെങ്കിൽ വിനോച്ചോട് പറഞ്ഞാൽ അച്ഛൻ എന്നെ പിന്നെ വിളിച്ചു പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 29-ാം വാക്യം. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നാം ഒത്തിരി കേട്ട വേദഭാഗമാണ്. അവിടെ നല്ല വാക്കുകളാണ്. യഹോവ ശപിച്ച ഭൂമി, ദൈവം ശപിച്ച ഭൂമിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മന്ത്രിയെ കഴിഞ്ഞ സമയത്ത് കണ്ടപ്പം, ക്രിസ്ത്യാനി മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഈ ദുരിതത്തിന് കാരണം ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഞാൻ വെച്ചാൽ എന്താ, ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ 1000-500 മുകളിലോട്ടാണ് ഒരു പ്ലേറ്റിന്റെ വില. എന്തിൻ്റെയാ? കഴിക്കുന്നതിൻ്റെ വില. ലോകത്തിൽ ഒരു മനുഷ്യൻ കാണിക്കാത്ത പേക്കൂത്തുകൾ മുഴുവൻ കാണിക്കും. ചെറുക്കം കയറി വരുമ്പോൾ കുതിര വണ്ടിയുടെ പുറത്ത്, കാളവണ്ടിയുടെ പുറത്ത്, എരുമയുടെ പുറത്ത്, പോത്തിന്റെ പുറത്ത്, പള്ളിയുടെ വാതിൽക്ക് വരെ കൊണ്ടുവരും. കല്യാണം കഴിഞ്ഞ് ചൊറുതനം വെച്ച പെട്ടിവണ്ടിയുടെ മണ്ടയ്ക്കൂടെ കൊണ്ടുപോകും. മുടിയെല്ലാം കൂടി ആട്ടിയ കുറേ പേരുടെ ഡാൻസ്, കൂത്ത്, പാട്ടെല്ലാം കൂടെ കൊണ്ടുപോകും. പക്ഷെ അയിലത്തൊരുത്തം കിടന്നാൽ, ഒരു കീമോ ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ കിടന്നാൽ അവൻ 5 പൈസ കൊടുക്കത്തില്ല. പക്ഷെ ഈ കല്യാണത്തിനും എല്ലാത്തിനും ആഘോഷപൂർവ്വം നടത്തും. എൻ്റെ അച്ഛൻ 500 രൂപയുടെ 600 രൂപയുടെ പ്ലേറ്റിലുള്ള ഭക്ഷണമുണ്ട്. പക്ഷെ ആ കഴിക്കാൻ വന്നിരിക്കുന്ന ആൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അല്ല, ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എത്രയോ ഭക്ഷണം അച്ഛ വേസ്റ്റ് ആകുന്നു. എത്രയോ ആർഭാടങ്ങളാണ്, എത്രയോ അനുകരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ കൊറോണ കാലഘട്ടത്തിൽ 20 പേരെ വെച്ച് കല്യാണം നടത്തുമ്പം ഫ്രണ്ട് ചെയ്ത് ചെറുക്കൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കും വേണ്ടി, ദൈവമേ ഈ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഈ പഞ്ചായത്തുകാരോ ഇവരാരും ആരോഗ്യ പ്രവർത്തകർ ആരും വരല്ലേന്ന് പ്രാർത്ഥിച്ചാണ് നിന്നത്. മറ്റേത് എന്തോന്നായിരുന്നു, വീട് മോഡൽ പള്ളി അലങ്കരിക്കുന്ന പോലെ അലങ്കരിച്ച് തലേദിവസം DJ പാർട്ടി തകർത്ത് വാരി 25,000 രൂപയുടെ കൊയറുകാരനും തിരുമേനിയും നാട്ടുകാരും എല്ലാം കൂടെ 10-700 പേര് ഓഡിറ്റോറിയം തുറക്കുമ്പോൾ ഇടിച്ചു കയറി കസേരയെല്ലാം ഇടിച്ച് ദൂരെ കളഞ്ഞ് എന്ത് മനോഹരമായി കല്യാണങ്ങൾ നടന്നു, എന്ത് പ്രാർത്ഥനയോടുകൂടി കല്യാണങ്ങൾ നടന്നു.
അതുകൊണ്ട് കൊറോണ കാലം നമുക്ക് ആപത്തിനെക്കാട്ടിൽ വലുതായി നാം എന്താണെന്നും നമ്മൾ എങ്ങനെയാകണമെന്നും നമ്മളുടെ ചുറ്റുപാടുകൾ പണവും പ്രതാപവും സമ്പത്തും ഒക്കെ എന്താണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മളെ നടത്തി. പക്ഷെ അതാണ്ട് കിടക്കുന്ന ഇച്ചിരി മാറി ഇങ്ങ് വന്നപ്പോൾ നാണ്ട് അടുത്ത ആശാൻ വരുന്നു. ഒമൈക്രോൺ എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ഇച്ചിരി മാറി വരും. ഇപ്പം കല്യാണത്തിന് ആൾ കൂടിയപ്പം വീണ്ടും പഴയ പരിപാടിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആപത്തും നമ്മുടെ സ്വഭാവവും നമ്മുടെ അനുകരണവുമാണ് ഒരു പക്ഷേ നമ്മൾ പറയും, ദൈവമേ ഇത് കണ്ടിട്ടാണ് ദൈവം ഈ ഭൂമിയെ എന്താ ശപിച്ചത്. അതുപോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുക, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ ആശ്വസിപ്പിക്കുന്നവരെ അവന് നോഹ എന്ന് പേരിട്ടു. അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അതിൻ്റെ ബാക്കി, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നമ്മളെ നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? പിന്നെ ഇപ്പം വലിയൊരു ഗുണം ഓർത്തോ, മറ്റേ അനക്കത്തില്ലായിരുന്നു. ഇപ്പോൾ വലിയ ഗുണം ഈ സാധനം വെച്ച് അടച്ചു വെച്ചേക്കുന്നതുകൊണ്ട് ഒന്നും അനക്കം വേണ്ട. കണ്ണിങ്ങനെ മേപ്പോട്ടും താപ്പോട്ടൊക്കെ പോകുന്ന ഒരു സാധനം ഒന്നും അനക്കണ്ട. എൻ്റെ അച്ഛാ പറയാൻ പറ്റും, പക്ഷെ പക്ഷേ എന്തോ കയറും, കൊറോണ കയറും. പഞ്ചായത്തിൽ പോകാം, കല്യാണത്തിന് പോകാം, ബുള്ളറ്റൊക്കെ ഇറങ്ങാം, പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം. ചിലനോട് പള്ളി വരുന്നത് അച്ഛാ കൊറോണയാണ്. പക്ഷെ അതിനെ തലേദിവസം ഞാൻ ഇവിടെ പലയിടത്തും നിൽക്കുന്ന കണ്ട, പക്ഷെ പള്ളിക്കകത്ത് വരാൻ നോക്കിയാൽ കൊറോണയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നല്ല ഭാഗ്യവാന്മാർ, ഓർത്തഡോക്സുകാരെ സംബന്ധിച്ച്. ഒന്നും ഒന്നാമത് മിണ്ടാമടത്ത് നിൽക്കുന്ന പോലെ പ്രസംഗത്തിന് പള്ളിയിൽ കുർബാനയൊക്കെ കണ്ട് ഇങ്ങനെ പീഡന കേസിൽ പ്രതിയെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ നിർത്തിയേക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. കുർബാനക്രമം ഇവിടെ അച്ഛൻ അടിച്ച് വലിയ സ്റ്റാൻഡേ വെച്ചേക്കുക. നമുക്ക് എല്ലാം അറിയാം അച്ഛൻ. പക്ഷെ ഇപ്പം ചോദിച്ചു നോഹയുടെ അർത്ഥം ചോദിച്ചപ്പം എന്തോ അറിയാം? നോഹയുടെ അർത്ഥം എന്തുവാ? വിശ്രമം അല്ലെങ്കിൽ ആശ്വാസം എന്നാണ് പേരിന്റെ അർത്ഥം. നോഹ എന്ന വാക്കിന്റെ അർത്ഥം റെസ്റ്റ്, ആശ്വാസം എന്നാണ്. ആ കാലഘട്ടത്തെ പറ്റി ഒരു വലിയ ചരിത്രകാരൻ പറയുന്നത്, ജീവിതത്തിന്റെ അടിത്തറകൾ ഇളകിക്കൊണ്ടിരുന്ന, സാംസ്കാരിക സാമൂഹികമായ ചുറ്റുപാടുകൾ നഷ്ടപ്പെട്ട, സംസ്കാരങ്ങൾ ജീർണമായി, സുന്ദരമായ സൃഷ്ടി വ്യവസ്ഥിതി ആകമാനം വികൃതമായി. കാരണം മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. ഇതുപോലെ മനുഷ്യന്റെ ദുഷ്ടത, മനുഷ്യന്റെ ജീവിതത്തിന്റെ ദുഷ്ടത വലുതെന്ന് കാണുമ്പോൾ ദൈവം വരുത്തുന്ന ചില അനുഭവങ്ങളുടെ ഒരു ഭാഗമാണ് ഇപ്പം വന്ന എന്തുവാ, കൊറോണ. നമ്മുടെ ഈ കാലഘട്ടവും വ്യത്യസ്തമല്ലോ. ദൈവം ദുഃഖിച്ചൊരു കാലഘട്ടം. നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ പോത്തൻകോട് ഒരു സുദീപ് എന്ന് പറഞ്ഞ ഒരുത്തനെ വീട്ടിൽ കയറി, ഒളിച്ചിരുന്നൊരു വീട്ടിൽ കയറി അവനെ വെട്ടി നുറുക്കി കൊച്ചുപിള്ളേരുടെ ഒക്കെ മുമ്പിലിട്ട്, എന്നിട്ട് അവൻ്റെ ഒരു കാല് വെട്ടി, മാടിൻ്റെയും കാല് വെട്ടിക്കൊണ്ട് പോകുന്ന പോലെ കാല് വെട്ടിക്കൊണ്ട് റോഡിക്കട ബൈക്കെ കറങ്ങി. ഞാൻ ഇങ്ങോട്ട് ഇച്ചിരി മുമ്പ് വരുന്നതിന് മുമ്പ് കണ്ടേച്ചു വരികയത്. മാടിൻ്റെയും വില പോലും ഇല്ലാതാവുന്നൊരു കാലഘട്ടം. ദൈവസ്വരൂപമാണിത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തെ, ഒരാളെ വെട്ടിയാലാണ് ദൈവത്തെ വെട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യനെ അല്ല, ദൈവത്തിന്റെ സ്വരൂപമാണ്, ദൈവത്തിന്റെ സാദൃശ്യമാണ്. ഇങ്ങനെ ദൈവം പോലും ദുഃഖിച്ച ഒരു കാലഘട്ടമുണ്ട്. ഇവിടെയാണ് നോഹയുടെ അപ്പനും അമ്മയും പേരിട്ടു, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് ഇവിടെ ഇരുന്ന് നുറുങ്ങുന്ന, ഹൃദയം നുറുങ്ങുന്ന എത്രയോ അപ്പനമ്മമാര് കാണും. ആരെ പറ്റിയാ? മക്കളെ പറ്റി ഹൃദയം നുറുങ്ങുന്ന എത്രയോ അപ്പനമ്മമാര് കാണും. പള്ളി വരാൻ പറഞ്ഞിട്ട് അമ്മ പോയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം, പള്ളി പോകാതിരുന്നിട്ടും കൊറോണ വന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ദൈവത്തെ വിളിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഈ കൊറോണ വന്നമ്മ ദൈവം എവിടെ പോയിരിക്കുകയായിരുന്നു? സൺഡേ സ്കൂൾ പഠിച്ചിട്ട് എന്താ കാര്യം? യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം? പക്ഷെ ഓർക്കണം പ്രിയമുള്ളവരെ, ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. നോഹയുടെ അപ്പനും അമ്മയും അങ്ങനെ പേരിട്ടതാ, ഇവൻ നമുക്ക് ആശ്വാസമായി തീരും. നമ്മുടെയൊക്കെ ഈ കുഞ്ഞുങ്ങളെ പറ്റി നമ്മുടെ ചിന്ത എന്താ? ഇവൻ നമുക്ക് ആശ്വാസമായി തീരും. നോഹയുടെ കാലഘട്ടവും ഈ കാലഘട്ടവും വ്യത്യസ്തമല്ല. അവിടെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട് 2-3 കാര്യങ്ങളുള്ള ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഒന്ന്, ധാർമ്മികമായി അധപ്പതിച്ച കാലമായിരുന്നു. ധാർമ്മികമായി അധപ്പതിച്ചു. വീരന്മാർ, കീർത്തികെട്ട പുരുഷന്മാർ, ഉല്ലാസത്തിന്റെ കാലം, ആ കാലത്തെ പറ്റി പറയുന്നതാണ്.
വീരശൂര പരാക്രമികളുടെ കാലം. പക്ഷെ എന്ത് സംഭവിച്ചെന്നാ പറയുന്നത്? ധാർമ്മികമായ അധപ്പതനം ഉണ്ടായി. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ടെക്നോളജി വളർന്നു അല്ലേ? ഏത് അച്ഛൻ്റെ കുർബാനയും ഹൂത്തോമയും പ്രസംഗം എല്ലാം എന്തിനകത്തുണ്ട്? എൻ്റെ മൊബൈലിനകത്തുണ്ട്. ഞാൻ അതുകൊണ്ട് പള്ളി പറഞ്ഞിട്ടുണ്ട്, ലൈവ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി പേര് കേട്ടാൽ മതി, വീട്ടിൽ ഇരുന്ന് കേൾക്കുമ്പോൾ പ്രത്യേക സുഖം. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് കേൾക്കാണ്ട് ഇവിടെ വന്ന് കേട്ടാൽ മതി പറഞ്ഞു. നാളെ ലൈവ് ഇല്ല അവിടെ. എല്ലാം നമ്മുടെ കൈകളിലുണ്ട്. എങ്കിലും തൊട്ടടുത്ത മുറിയിരിക്കുന്ന ഭർത്താവിനോട് നമുക്ക് ബന്ധം പോരാ. തൊട്ടടുത്ത മുറിയിരിക്കുന്ന അമ്മായിപ്പനോടും അമ്മായിമ്മയോടും ബന്ധമില്ല. പക്ഷെ ലോകം മുഴുവൻ നമുക്ക് ബന്ധമുണ്ട്, ലൈക്കുണ്ട്, ഷെയറുണ്ട്, കമന്റ് ഉണ്ട്. പക്ഷെ അയലത്തുകാരനോടൊരു ബന്ധവും ഇല്ല. ധാർമ്മികമായ അധപ്പതനം. ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടതാണ്. അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് കേട്ടോ, ഞാൻ അങ്ങ് തുറന്നു പറയാം. ഭാര്യയും ഭർത്താവിൻ്റെ കിടപ്പറ രംഗം ഭാര്യ അയച്ച് കാമുകനും കൊടുത്തു. കുവൈറ്റ് വെച്ചാ, ഇവിടെ അല്ല എന്തായാലും. അപ്പം പോലീസ് ചോദ്യം ചെയ്തപ്പം പറഞ്ഞു, സ്നാപ്ചാറ്റ്, ഈ വാട്സപ്പ് ഫേസ്ബുക്ക് പോലെ, എനിക്കറിഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല, ബാക്കിയെല്ലാം എനിക്ക് അത്യാവശ്യം ഉണ്ട്, ഇതില്ല. അപ്പം ഈ സ്നാപ്ചാറ്റിന് ഫോളോവേഴ്സ് കൂടാനാണെന്ന്. എന്ത് ചോദിക്കേ? കിടപ്പറ രംഗം അയച്ചു കൊടുത്തത് അത് കണ്ടിട്ട് ആൾക്കാർ ഫോളോവേഴ്സ് കൂടുമെന്ന്. എനിക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എല്ലാം പ്രദർശനമാണ്. ധാർമ്മികമായി അധപ്പതിച്ച കാലഘട്ടം. ഈ നിങ്ങൾക്കൊന്നും തോന്നല്ലേ, എന്നെ പലയിടത്തും ട്രോളിയിട്ടുണ്ട്. ഞാൻ ഈ അച്ഛൻ പറഞ്ഞ പോലെ പ്രസംഗിച്ചിട്ടേ, ഞാൻ ഈ സ്കൂളിൽ ഈ രാവിലെ പള്ളിയിൽ പോയി, എന്നും രാവിലെ പോകുമ്പം സ്കൂളിലെ പിള്ളേർ നടന്നു പോകും. പണ്ട് മറയ്ക്കാനെ കൊണ്ട് അവകാശമില്ലാത്ത കാലത്ത് സമരം ചെയ്ത് തുണി ഉടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് സമരം മൊത്തം എന്തിനാ? എങ്ങനെ തുണി ഉടുക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരൊറ്റ കുഞ്ഞിനും ഷോളില്ലാതെ ഈ കൊച്ചു 5ലും 6ലും പഠിക്കുന്ന പിള്ളേർ നടന്നു പോകുന്നത്. ഞാൻ ഡ്രസ്സിനെ കുറ്റം പറയല്ല. കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും, ഞാൻ കുറ്റമായിട്ട് പറയല്ല. ഈ 5 മുതലാ ഇത് മേപ്പോട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അത് ഈ കാലഘട്ടമല്ല ഇങ്ങനെ അങ്ങ് പൊക്കോട്ടച്ചാന്ന് പറയുന്നതല്ല. ഓരോന്നിനും അതിൻ്റെതായ ക്രമമുണ്ട് പ്രിയമുള്ളവരെ. ഓരോന്നിനും കൊടുക്കേണ്ടതായ സമയവും കൊടുക്കേണ്ടതായ ക്രമമുണ്ട്. ചിന്തിച്ചു നോക്കിയേ, സ്വന്തം ജീവിതത്തിന് അനുഭവം ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ലോകം മുഴുവൻ പ്രദർശിപ്പിക്കുകയാണ്. ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ കാലം. നോഹയുടെ കാലവും ഇത് തന്നെയായിരുന്നു. രണ്ടാമതായിട്ട് അവിടെ പറയുകയാ, ദോഷമുള്ള നിരൂപണമായിരുന്നു എല്ലാവരുടെയും. ദോഷമുള്ള നിരൂപണം. ഈ രണ്ടുപേരും ഈ മർത്തമറിയത്തിലൊക്കെ ഇപ്പം ഇല്ലല്ലോ, മർത്തമറിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ മർത്തമറിയത്തിലൊക്കെ വരുന്ന രണ്ടുപേരെ എനിക്കറിയാം. അപ്പം ആ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഭയങ്കരം കാര്യം. ഞാൻ വിളിച്ചു, ഇങ്ങനെ എണപ്രാവിനെ പോലെ ഇങ്ങനെ എങ്ങനെ വരുവാണെങ്കിൽ രണ്ടുകൂടെ വരത്തുള്ളൂ, വന്നില്ലെങ്കിൽ രണ്ടുകൂടെ വരത്തില്ല. ഒരാളുടെ മോളങ്ങ് ഒളിച്ചോടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം മറ്റേ ആൾ ഒറ്റയ്ക്ക് പള്ളി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം ഇരിക്കുന്ന പള്ളിയൊന്നും അല്ല കേട്ടോ, ഇത് നാട്ടുകാരൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറയാം. അപ്പം മറ്റേ ആൾ ഞാൻ വിചാരിച്ചു ഒത്തിരി സങ്കടം, എന്നോട് പറയാം, അവക്കത് വേണോ വെച്ചാൽ, അവക്കതല്ല അതിൻ്റെ അപ്പുറവും വേണം. നമ്മുടെ ഈ തിരിക്കേണ്ട ഈ കാണുന്ന എൻ്റെ എല്ലാ സ്വഭാവം ഇതൊക്കെ തന്നെ. അവക്കതല്ല അതിൻ്റെ അപ്പുറവും വേണം. ഞാൻ ധരിച്ചു, ഇത് ഈ പുള്ളിക്കാരി എങ്ങനെയൊന്നും അറിയുന്നത്? 1 വർഷം കഴിഞ്ഞ് ഈ അപ്പുറം വേണം നാളെ അടുത്ത ആൾ കൂടെ പോയി. അപ്പോൾ ഏകദേശം ഈക്വലായി, രണ്ടും ഈക്വലായി. എക്സ്റ്റേണൽ ലോയൽറ്റി, ഇന്റേണൽ ബിട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛാ വളരെ നല്ലതായിരുന്നു, അങ്ങോട്ട് മാറി ഇന്ന് കുറ്റം പറയും. എക്സ്റ്റേണൽ ലോയൽറ്റി ഉണ്ട്, ബാഹ്യമായ എല്ലാ പ്രകടനവും ഉണ്ട്. ഇന്റേണൽ ബിട്രയൽ എന്താ? ചതിവാണ്, ദോഷമുള്ള നിരൂപണമാണല്ലോ, മുഴുവൻ ദോഷമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഇതിനകത്തെല്ലാം കിടക്കുന്ന കാണാം, സേവ് ദ ഡേറ്റ്. കണ്ടുണ്ടോ? നമ്മുടെ എന്തുകൊണ്ടോ ഇപ്പോഴത്തെ ആൾക്കാർ പറയും, എന്തോ ചുമർത്തുമ്പോൾ അവരെ നോക്കിപ്പിടി ഇവരെ നോക്കിപ്പിടി, പിള്ളേരെ രണ്ടിനെ ഒരുമിച്ചിരുത്തുമെന്ന് പറയും. നമ്മളെന്താ ഒരുമിച്ചിരുത്താത്തേ? അവിടുന്ന് മുങ്ങുമെന്ന് വിചാരിച്ചാണോ? അല്ല അല്ലേ?
പക്ഷെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ കായലിലും കടലിലും വീട്ടിലൊരു തേങ്ങ എടുക്കാത്ത ചേർക്കാൻ ഈ പെണ്ണിനെയും പൊക്കി പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് എല്ലാം ഫേസ്ബുക്കിലാണ് ഷെയർ ചെയ്യുന്നത്. വേറെ കുറേ പാർട്ടികൾ ഭാര്യ ഗർഭിണിയായ, പണ്ടത്തെ അമ്മമാരാണെങ്കിൽ ഒത്തിരി പെടാപ്പെട് വെട്ടേ 8ഉം 10ഉം ഉണ്ട്. ഇപ്പോൾ ഒന്നിനേ ഉള്ളൂ. ഗർഭിണിയാകുന്ന ഭാര്യയുടെ അവിടെ അങ്ങേര് മുട്ട് കുത്തിയിരുന്നേച്ച് ആ വയറിൽ ഉമ്മ കൊടുക്കും. ഇവൻ കൊടുത്തില്ലെങ്കിൽ പ്രസവിക്കത്തില്ല. തിരിഞ്ഞു നോക്കിയേ, എന്നിട്ട് ഇട്ടേക്കുവാണ് ഫേസ്ബുക്കിൽ. ഇതൊക്കെ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് അയലത്തെ കൊച്ചു കാണുമ്പോൾ അവക്കും ഇതുപോലും എൻ്റെ എങ്ങനെ നാക്കിയാൽ എങ്ങനെ ഉണ്ട്, എല്ലാം ദോഷമാണ്. നിരൂപണങ്ങളും ചെയ്തികളും മുഴുവനും ദോഷമുള്ളൊരു കാലഘട്ടം. മൂന്നാമത്തെ കാലം അവിടെ പറയുന്നത് അതിക്രമത്തിൻ്റെ ജീവിത ശൈലിയാണ്. അവിടെ പറയുക വീരന്മാർ, കീർത്തി കേട്ട പുരുഷന്മാർ. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നോക്കിയേ, എനിക്കിഷ്ടമല്ലാത്ത, ഞാൻ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ ജീവിക്കേണ്ട. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആസിഡ് പ്രയോഗം ഉണ്ടായത്. അതിൻ്റെ വേറൊരു വേർഷൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പ്രയോഗം ഉണ്ടായി. ആണ് ചെയ്യുമെന്ന പ്രതീക്ഷ ഈ അടുത്ത സമയത്ത് പെണ്ണ് പോയി ചെറുക്കനെ കത്തിച്ചു. അതിക്രമത്തിൻ്റെ ജീവിത ശൈലി. നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പെരുന്നാളിന് വന്ന് ഒരുത്തൻ എന്നോട് പറഞ്ഞു, പെരുന്നാളെന്ന് വെച്ചാൽ അടിച്ചു തീർക്കാനുള്ള അച്ഛാന്ന്. ഞാൻ ഇച്ചിരി ആകെ മാനസിക സംഘർഷത്തിൽ നിൽക്കുകയാണ് 2-3 ദിവസം കൊണ്ട്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും പിള്ളേർക്ക് കൂടെ പ്രശ്നം. അപ്പോൾ 10, 270, 300, 185 നോക്കുന്ന ഞങ്ങളെ നിങ്ങളും ചിന്തിച്ചു നോക്കി. പെരുന്നാൾ അടിച്ചു തീർക്കാനുള്ളതാണ്, കണക്ക് തീർക്കാനുള്ളതാണ്. അതിക്രമത്തിന്റെ ജീവിതശൈലി, പള്ളിയും പള്ളിപ്പറമ്പും പോലും. ദൈവഭയം നഷ്ടപ്പെട്ടൊരു കാലഘട്ടം, ദൈവബോധം നഷ്ടപ്പെട്ടൊരു കാലഘട്ടം. പ്രിയമുള്ളവരെ, യൗവന തലമുറ പോലും എനിക്ക് കിട്ടാത്ത ജീവിക്കുവാൻ പാടില്ല, മോഹഭംഗങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സമൂഹം. കാരണം എന്താ, നമ്മളെല്ലാം ഇങ്ങനെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക. കടം വാങ്ങിച്ചായാലും എല്ലാം നമ്മൾ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അവരാരും മോഹവും മോഹഭംഗങ്ങളും അറിഞ്ഞിട്ടില്ല. എനിക്കെല്ലാം കിട്ടുന്നുണ്ട്, ജനിച്ച നാൾ മുതൽ മുഴുവൻ കിട്ടുന്നുണ്ട്. അതിക്രമത്തിൻ്റെ ജീവിത ശൈലിയും. അടുത്തത് അവിശുദ്ധമായ ബന്ധങ്ങൾ. അവിടെ എഴുതി വച്ചിരിക്കുക, ബോധിച്ചതുപോലെ അവരെ ഭാര്യമാരായി എടുത്തു. ബോധിച്ചതുപോലെ ഭാര്യമാരായി എടുത്തു. നമ്മുടെ ഇടവകൾ, മാതാപിതാക്കളുടെ കുറ്റമായിട്ട് ഞാൻ പറയുകയില്ല, നമ്മുടെ ഇടവകളിൽ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. ബോധിച്ചതിൻ്റെ പിന്നാലെ പോവുകയാണ്. സുപ്രീം കോടതി അനുവാദം കൊടുത്തു, 18 വയസ്സ് കഴിഞ്ഞ് കെട്ടിയവനാണെങ്കിലും കെട്ടിയവളാണെങ്കിലും ഇഷ്ടമുള്ളവൻ്റെ പുറകിന് പൊക്കോളുക. ഈ കെട്ടിയവനും കൊച്ചുങ്ങളൊക്കെ അവിടെ കിടന്നുകൊള്ളട്ടെ. നാം ദിവസവും പത്രമാധ്യമങ്ങൾ തദ്വാര കാണുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. പെൺകുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്, ചിലർക്ക് ദുഃഖമായിരിക്കും. ഇന്ന് ബില്ല് പാസ്സാക്കാൻ തുടങ്ങി, പാസ്സാക്കി 21 വയസ്സായാലേ കല്യാണം തലയാട്ടി. 21 വയസ്സായാലേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പിള്ളേർക്കൊന്നും കല്യാണം വേണ്ട, വിവാഹ ജീവിതം വേണ്ട. പ്രിയമുള്ളവരെ, അവിശുദ്ധമായ ബന്ധങ്ങളുടെ അനുഭവത്തിൽ കൂടെ ഇങ്ങനെ ഒരു കാലഘട്ടമാണ് നോഹയുടെ കാലഘട്ടം. അവിശുദ്ധമായ ബന്ധങ്ങൾ, അതിക്രമത്തിൻ്റെ ജീവിതശൈലി, ദോഷമുള്ള നിരൂപണങ്ങൾ, ധാർമ്മികമായ അധപ്പതനം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ചിന്തിച്ചു നോക്കുക. ആ കാലഘട്ടവും ഇന്ന് 2021 ഡിസംബർ 16 കാലഘട്ടവും ചിന്തിച്ചു നോക്കുക. ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആ കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഈ കാലത്ത് നമ്മുടെ ഒപ്പം നടക്കുന്നുണ്ട്. ദൈവബോധവും ദൈവഭക്തിയും പടിയിറങ്ങിയ കാലം, ദൈവം പോലും ദുഃഖിച്ച കാലം. പറയുന്നുണ്ട്, ദൈവം ഇത് കണ്ടിട്ട് ദുഃഖിച്ചു. ഇവിടെയാണ് നോഹയുടെ മാതാപിതാക്കൾ പേരിട്ടു, ഇവൻ എന്തായി തീരും, ഇവൻ ആശ്വാസമായി തീരും. അത് മൂന്ന് കാര്യങ്ങളുണ്ട് അതിന്. ഒന്ന്, അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചവനായിരുന്നു നോഹ. അവൻ അങ്ങനെ ആശ്വാസമായി തീർന്നത്. അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചവൻ. ആത്മാവബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചിന്തിക്കും, നമ്മുടെ ഈ പിള്ളേർക്കൊന്നും കൃത്യം മലയാളം പോലും അറിഞ്ഞുകൂടാ അല്ലേ? ഇന്ന് ഇംഗ്ലീഷ് അറിയാം, അത് അറിഞ്ഞുകൂടാ. ചോദിച്ചാൽ ഭയങ്കര, അവൻ മലയാളം വായിക്കത്തില്ല. മദ്ബായി കയറ്റാൻ 2-3 എണ്ണത്തിനെ വേണമായിരുന്നു. എല്ലാം ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട്, എല്ലാം ഗൾഫിൽ പോകുന്നതുകൊണ്ട് ഇപ്പം എല്ലാം കാനഡയ്ക്ക് പോവുക. ഇവരുടെ കുഴപ്പമല്ല,
ഇവിടെ ജീവിക്കാൻ കൊള്ളത്തില്ല. സത്യം പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കാനഡ, UK, യൂറോപ്പിന് പോവുകയാണ്. ഞാനൊരു മോശപ്പെടുത്തുകയല്ല. ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പം മദ്ബായിക്കാരെന്ന് ചോദിച്ചാൽ പറഞ്ഞ മലയാളം അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു എനിക്കൊരു ഇംഗ്ലീഷ് ലെറ്റർ എഴുതണം, അവനിങ്ങോട്ട് വിട്ടുതരാമോ? എൻ്റെ അച്ഛൻ അവൻ അത്രയും അറിഞ്ഞുകൂടാ. അപ്പം മലയാളം അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷും അറിഞ്ഞുകൂടാ. ഒരു സ്റ്റൈലാണ്. എൻ്റെ അച്ഛൻ അവന് മലയാളം അവന് അറിഞ്ഞുകൂടാ. അപ്പം ആത്മാവബോധം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധം. നമ്മളെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധം. അധപ്പതിച്ച ലോകത്തിൽ നോഹ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചു. ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ അനുകൂലമല്ലാത്ത കാലം, ചുറ്റുപാടും മ്ലേച്ഛത, അവരോടൊപ്പം സമരസപ്പെടേണ്ടവൻ. പക്ഷെ അവനെക്കുറിച്ച് തിരുവചനം പറയുകയാണ്, അവൻ നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനുമാണ്. നശിച്ച ലോകത്തിൽ ആ മ്ലേച്ഛതയോടൊപ്പം ജീവിക്കേണ്ട നോഹയെക്കുറിച്ച് തിരുവചനം പറയുക, ഇവൻ നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനുമാണ് എന്ന് പറഞ്ഞെന്താ? പാപത്തെക്കുറിച്ചും തിന്മയെ 7 പട്ടത്തിൽ 1-ാം പട്ടം നേടിയവരാണ് നിങ്ങൾ. വിശുദ്ധ ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, ആരുടെയാ? നേരോടും നെറിയോടും കൂടി ദുഷിച്ച കാലഘട്ടത്തിലൊക്കെ ദൈവബോധം കാത്തു സൂക്ഷിച്ച് ജീവിച്ച നമ്മുടെ പിതാക്കന്മാരുടെ, അമ്മമാരുടെയും കാലഘട്ടത്തിൽ അവരുടെ നേരിൻ്റെയും നെറിയുടെയും ഫലമാ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ മുഴുവൻ. അവൻ്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. ആരുടെ വീട്ടിലാ? നേരുള്ളവന്റെ വീട്ടിൽ. അങ്ങനെ മ്ലേച്ഛമായ സാഹചര്യത്തിൽ നോഹ അവനെക്കുറിച്ചുള്ള ബോധം കാത്തു സൂക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള ഒരു നിയോഗം, എൻ്റെ വിളി, എൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ബോധ്യമുണ്ടോ? പ്രസംഗിക്കുന്ന എനിക്ക് ചിലപ്പോഴൊക്കെ ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഞാൻ ആരാണെന്നുള്ള ബോധ്യം എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ചിന്തയിൽ വൈദികനാണെന്നുള്ള ബോധ്യം പലപ്പോഴും എനിക്ക് നഷ്ടപ്പെടാറുണ്ട്. നമ്മൾ ഓർക്കണം, എനിക്കൊരു നിയോഗമുണ്ട്, എനിക്കൊരു വിളിയുണ്ട്. ആ നിയോഗവും വിളിയും ഈ മാറ്റപ്പെടുന്ന ലോകത്തിൽ മാറാത്തവനായ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനുള്ള വിളിയാണ്. നമ്മൾ പക്ഷെ എന്താ ചെയ്യുന്നത്? ഇതിന് പിന്നാലെ ഇങ്ങനെ പായുകയാണ്. ഒരമ്മയും മോനും, ഭർത്താവ്, ഈ അമ്മ ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ആയതാണ്. അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ കുഞ്ഞിന് വേണ്ടി ജീവിക്കുക. ഇവൾ 10ാം ക്ലാസ് പാസ്സായി. അമ്മ അന്ന് പറഞ്ഞു നല്ലോണം പഠിക്കാൻ, പിള്ളേർക്ക് എന്താ, മോക്ക് എന്താ വേണം ചോദിച്ചു. ഇന്ന് പിള്ളേർ എന്ത് പറയും? ആപ്പിൾ ഫോണോ ഐഫോണോ എന്ന് പറയും. ഇവള് ഗൾഫിലാണ്. അമ്മ പറഞ്ഞു നിനക്കൊരു ഫോൺ വാങ്ങിച്ചു തരാം. 10ാം ക്ലാസ് നല്ല ഫുൾ A+ വാങ്ങിച്ച് പാസ്സായി. ആണ്ട് ഇന്നലെ ഒരാൾ വിളിച്ചു പറയാം, അച്ഛാ 96, അപ്പം മരിച്ചു പോയത് കേട്ടോ, വണ്ടി ഇടിച്ച്. ഞാൻ ഇരുന്നൊരു പള്ളിയിൽ, അച്ഛാ 96% മാർക്കുണ്ട്, എങ്ങും കിട്ടിയില്ലെന്ന് നേഴ്സിങ്ങിന്. കാരണം ഫുൾ A+ ആണെന്ന്. A+ ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാലമാണ്. ഈ അമ്മ അവനോട് പറഞ്ഞ് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഈ പാവം പിടിച്ചവിടെ ശമ്പളം ആ മാസം, ഈ കൊറോണയുടെ ഒക്കെ ആദ്യ സമയമായിട്ട് ശമ്പളം കിട്ടിയില്ല. ചെറുക്കൻ പറഞ്ഞു, എന്നും വിളിക്കുമ്പം വീഡിയോ കോളിൽ വിളിക്കുക. ചെറുക്കൻ പറഞ്ഞു, ഇനി ഫോൺ കിട്ടിയിട്ട് അമ്മ ഇനി എനിക്ക് കണ്ടാൽ മതി. ഭർത്താവെന്ന സ്നേഹവും സുഖവും ഒക്കെ മകന് വേണ്ടി മറന്നൊരമ്മ. അല്ല, മകൻ 16 വയസ്സ് 15 വയസ്സ് 10ാം ക്ലാസ് പാസ്സായവൻ പറയുകയാ, ഇനി മൊബൈൽ വാങ്ങിച്ച് തന്ന് അതിന് ശേഷം മാത്രം അമ്മ എന്നെ കണ്ടാൽ മതി. ഇവൻ ആശ്വാസമാകുമെന്നാ കരുതിയത്. ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്നവൾ, ഇവന് വേണ്ടി ജീവിക്കുന്നവൾ. പക്ഷേ അമ്മയ്ക്ക് ആശങ്ക. എന്നെ വിളിച്ചു പറഞ്ഞതാണ്, 24 ദിവസം കഠിനമായി ജോലി ചെയ്തതിന് ശേഷം ഈ അമ്മ ഒരു 41 വയസ്സ് കാണുമായിരിക്കും, കൂടിപ്പോയ 42 വയസ്സ്. ഈ അമ്മ അവനൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാ, 24 ദിവസത്തിന് ശേഷമാ ഈ മോന് വാട്സപ്പിൽ കൂടെ വീഡിയോ കോളിൽ അമ്മയ്ക്ക് ഈ മോനെ കാണുവാൻ സാധിച്ചത്. എങ്ങനെയാ ആശ്വാസമാകുന്നത്? നമ്മുടെ തലമുറ ഇങ്ങനെയാണ്.
ഈ തലമുറ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ഒരു നിയോഗവും വിളിയും ഉണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. പ്രിയമുള്ളവർ, എല്ലാവരെയും കുറിച്ച് സ്വപ്നമുണ്ട്. നമ്മുടെ പിന്നാലെ ദൈവം ഒരു സ്വപ്നം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചിന്ത എന്താ? ഈ ഭൂമിയിൽ ആരംഭിച്ച് ഇവിടെ തന്നെ അവസാനിക്കുന്നതാണ് ജീവിതമെന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. അവരെയാണ് ക്രിസ്തു വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഭോഷ എന്ന് വിളിക്കുന്നത്. നമുക്കൊരു നിയോഗമുണ്ട്, നമ്മളെ കൊണ്ട് മാത്രം ചെയ്യുവാൻ കഴിയുന്ന നിയോഗം. നമ്മൾ ചിന്തിക്കത്തില്ലയോ? വീട്ടിലെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില സ്ത്രീകളൊക്കെ എന്നോട് പറയും, എൻ്റെ അച്ഛൻ നല്ല വീട്ടിൽ ജനിച്ചതാണ്, ഞാൻ ഈ വീട്ടിൽ വന്ന് പെട്ടുപോയി. ഒരെണ്ണം ഗുണമല്ല, പ്രാർത്ഥനയില്ല, നൊയമ്പില്ല, ഉപവാസമില്ല, പള്ളി പോക്കില്ല, ഈ വീട്ടിൽ വന്ന് ഞാൻ പെട്ടു. എത്രയോ പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞൊരു വാക്യമുണ്ട്. അതുകൊണ്ടാ തമ്പുരാൻ നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്താ? നിനക്ക് ആ വീട്ടിൽ ചെയ്യുവാൻ ഒത്തിരി നിയോഗങ്ങളുണ്ട്. നിന്നെക്കുറിച്ച് മാത്രം ആ ജീവിതം മുഴുവൻ രൂപാന്തരപ്പെടുത്താനുള്ള നിയോഗം നിനക്കാണ്. നമ്മൾ ചിന്തിക്കും, ഞാൻ ഒരാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ദൈവത്തെ വിളിച്ചിട്ട് എന്ത് കാര്യം ഉണ്ട്? പ്രിയമുള്ളവരെ, പ്രയോജനം ഉണ്ടാകും. നിന്റെ കണ്ണുനീരിന് ഒരു കാലത്ത് വിലയുണ്ടാകും. നിന്റെ ജീവിതത്തിന് നെറിക്കും നേരിനും ഒരു കാലത്ത് വിലയുണ്ടാകും. എത്ര അധപ്പതിച്ചതായാലും മ്ലേച്ഛമായ സാഹചര്യമായാലും നേരോട്, സത്യസന്ധതയോട്, കണ്ണുനീരോട്, പ്രാർത്ഥനയോട് നിനക്ക് നിൽക്കുവാൻ, ഒരു വീട്ടിൽ മ്ലേച്ഛമായ സാഹചര്യത്തിൽ നിൽക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിന്റെ തലമുറയെ തമ്പുരാൻ എടുത്തുയർത്തിയിരിക്കും. ഇരിക്കുന്ന അനേകം പേരുടെ അനുഭവം അതാണ്. പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ, നമ്മുടെ തലമുറകളൊക്കെ ഇങ്ങനെ മ്ലേച്ഛമായി ഈ ലോകത്തിൽ ആ മ്ലേച്ഛതയുടെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഈ 4-5 ദിവസം കൊണ്ട് 207 വീടും കയറിയിട്ട് വരികയാണ്. ഇന്നലെ 66 വീട് ഞാൻ കയറി. തൊണ്ടയ്ക്കൊക്കെ ഉണ്ടാകും, എന്നാലും സാരമില്ല. ചെല്ലുമ്പോൾ പിള്ളേരുണ്ട്. അമ്മ പിള്ളേരെന്തേ? മുറിയില്ല അച്ഛാ. 7 പഠിക്കുന്നവൻ, അവന് മുറിയിൽ എന്തെടുക്കുക? മോനെ ഇറങ്ങി വന്നോ, അവൻ്റെ കൈ എന്തുണ്ട്? ഫോണ് ഇരിപ്പുണ്ട്. ഒരുത്തം വന്ന് ജനലിലേക്കട നോക്കി, അമ്മ അച്ഛൻ വന്നിട്ടുണ്ടോ? അവനെ കയറിപ്പോയി. അമ്മയെ കാണാൻ വന്ന അച്ഛൻ വന്നിട്ടുണ്ട്, അവൻ മേളിപ്പോയി. കഴിഞ്ഞു. ചില വീട്ടിൽ ചെല്ലുമ്പം TV വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുക, സിനിമയൊക്കെ കാണുക. അച്ഛനവിടെ നിൽപ്പുണ്ട്, കാര്യം പറയുക, പ്രാർത്ഥിക്കാം. സിനിമയിലെ ഡയലോഗ് മുഴുവനുണ്ട്, അന്ന് ഓഫ് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ. നമ്മുടെ ഭവനങ്ങളെല്ലാം ഈ ലോകത്തോട് സമരസപ്പെടുക. എന്നിട്ട് അമ്മയും അപ്പനും പറയും, എൻ്റെ അച്ഛൻ എന്തോ ചെയ്യാന്ന് വെച്ചാൽ മൊബൈലിൽ പിള്ളേർ കയ്യിൽ നിന്ന് മാറുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുവാൻ വേണ്ടി മാത്രം. അപ്പൻ്റെ അമ്മയുടെ ഒരു നോട്ടത്തിൽ, 26 വയസ്സുള്ള പയ്യനെ എനിക്കറിയാം, അമ്മയുടെ ഒരു നോട്ടത്തിൽ അവൻ ഒരു സാഹചര്യത്തിൽ അമ്മയൊരു നോക്കിയാൽ മതി, പള്ളി വരുന്നതാ, കൃത്യം കുർബാനക്രമം പിടിച്ചേ നിൽക്കുകയുള്ളൂ. എവിടെ പോതാ മോനെ? അമ്മയെ കൊണ്ടുവിടാൻ പോയതാ, അമ്മയെ വിളിക്കാൻ പോയതാ. അമ്മയാണ്. അനാവശ്യ സമയത്ത്, അമ്മയുള്ള സമയത്ത് ആ വീട്ടിൽ ആ മൊബൈൽ ഉപയോഗിക്കുകയില്ല. ഞാൻ ഉൾപ്പെടെ 95 വയസ്സുള്ള അമ്മച്ചിക്ക് ഉൾപ്പെടെ, ഇന്ന് അപ്പച്ചൻ ഉൾപ്പെടെ ഫേസ്ബുക്ക് ഉണ്ടല്ലേ. ഫേസ്ബുക്കിൻ്റെ ഓണറിന്റെ പേരെന്തുവാ? ചുരുളി സിനിമയിലെ നായകനാരാ? അതെല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ചിരിച്ചത്. പക്ഷെ ഫേസ്ബുക്കിൻ്റെ ആളുടെ പേരെന്തുവാ? സൂക്കർബർഗ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഉണ്ടാക്കിയ മനുഷ്യൻ. നമ്മൾ നോക്കിയ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം, അച്ഛന്മാർ, തിരുമേനിമാരുണ്ട്, ഞങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരാൾക്ക് 3-4 വെച്ച് എനിക്ക് ഒരെണ്ണേ ഉള്ളൂ, എന്നാലും എല്ലാവർക്കും ഉണ്ട് 3-4, നമുക്കെല്ലാം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അമ്മച്ചിക്ക് അപ്പച്ചനും എല്ലാം ഫേസ്ബുക്ക് ഉണ്ട്. പക്ഷേ സൂക്കർബർഗ് പേരാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇതുവരെയും 13 വയസ്സുകാരികടയിൽ മൊബൈൽ കൊടുത്തിട്ടില്ല. അവളെ ഞാൻ ഇതുവരെ അങ്ങനെ TV-യുടെ മുന്നിൽ അധികമായി ഇരുത്തിയിട്ടില്ല. 2 കാരണമാണ് പറഞ്ഞത്. മക്കൾ ബുദ്ധിയുള്ളവരായി വളരുവാൻ, സാമൂഹിക ബോധമുള്ളവരായി വളരുവാൻ സ്ക്രീനിൽ നിന്നും ഞാൻ അവരെ മാറ്റി നിർത്തി. നമ്മൾ സൂക്കർബർഗ് ആകാൻ വേണ്ടി ഫേസ്ബുക്കിൽ കയറ്റി നിർത്തുകയാണ്. പക്ഷെ ഫേസ്ബുക്ക് ഉണ്ടാക്കിയവൻ മക്കളെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇതാണ് നമ്മുടെയും അവരുടെയും വ്യത്യാസം. എനിക്കുണ്ടോ? അതുകൊണ്ടാണ് 5000 ഒക്കെ കഴിഞ്ഞ് കുറേ പേരിങ്ങനെ ലിസ്റ്റിലുണ്ട്. ഇനി ഞാൻ അവരെ സ്ക്രീനിൽ നിന്ന് മാറ്റി നിർത്തി. 2 കാര്യം: 1 ബുദ്ധിയുള്ളവരായി വളരുവാൻ, 2 സാമൂഹിക ബോധമുള്ളവരായി വളരുവാൻ. പ്രിയമുള്ളവരെ, ആത്മാവബോധം കാത്തു സൂക്ഷിക്കുക. ഈ പെരുന്നാൾ ആത്മാവബോധത്തിലേക്കുള്ളൊരു വിളിയാണ്. എൻ്റെ പള്ളിയിലെ പെരുന്നാളാണ്, എൻ്റെ പള്ളിയിലെ വചന ശുശ്രൂഷയാണ്. എന്താ ബോധ്യം?
ഞാൻ ആരായിരുന്നു, ഞാനിപ്പോൾ ആരാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെടുന്നുള്ള ബോധ്യം സൃഷ്ടിക്കപ്പെടുക. മ്ലേച്ഛതയാണ് ചുറ്റുപാടുകൾ, മോശമാണ് കുടുംബജീവിതത്തിന്റെ വഴികൾ, മോശമാണ് ഭവനത്തിൽ നടക്കുന്നതെല്ലാം. ഞാൻ അതിനോട് സമരസപ്പെടേണ്ടതല്ല, അതിന് വ്യത്യസ്തമായി വിളിക്കപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. തിരുവനന്തപുരം പറയുന്നുണ്ട്, ആത്മാവബോധം ഉള്ളവരുടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിലനിൽക്കുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് ആത്മാവബോധമുള്ളവർ. അവർ ഈ ലോകത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നവരല്ല. നമ്മൾ വീട്ടിൽ വലിയ കാലത്ത് 7 മണിക്കോ കുടുംബ സീരിയലിൻ്റെ ഒക്കെ ഇടയ്ക്ക് എപ്പോഴേലും ഒക്കെ വെച്ച് നമ്മൾ പാട്ട് പാടും. എൻ്റെ ദേശം ഇവിടെ അല്ല, പിന്നെ എവിടാ? കുണ്ട്രയ്ക്കടുത്താണോ? എൻ്റെ ദേശം ഇവിടെയല്ല, ഈ ദേശം ശാശ്വതമല്ല, ഇവിടെ ഞാൻ ആരാ? പരദേശ വാസിയാണെന്നൊക്കെ പാടും. പക്ഷേ വിട്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഭർത്താവ് മേളത്തെ റൂമിൽ കിടന്നിട്ട് മേളത്തെ നിലപ്പിക്കണം, അവൾ വന്ന് എന്നോട് മിണ്ടട്ടെന്ന് പറഞ്ഞു. ഭാര്യ വയ്യേച്ച് ഇങ്ങേര് വന്ന് എന്നോട് മിണ്ടട്ടെ. അവസാനം പണ്ടത്തെ ഭർത്താവും ഭാര്യയില്ല, ഈ പാവം പിടിച്ച അമ്മാമ്മ രാവിലെ ചായ ഇട്ട് മേളിൽ ചെന്നപ്പോൾ ഇങ്ങേര് മുറിക്കകത്ത് മരിച്ചു കിടക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ചെറിയ കാര്യത്തിന് വേണ്ടിയാ പിണങ്ങി. അതിൽ പിന്നെ ഈ അമ്മയുടെ ഒരു ഉപേക്ഷ കുറ്റമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിൻ്റെ ഉണ്ടാവും, പക്ഷെ ആൾ മരിച്ചുപോയി. ഈ അമ്മ എന്നും പുലമ്പും, താഴോട്ട് നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ടോ, താഴോട്ട് നിങ്ങൾ ഇറങ്ങി വരുന്നു. ഞാൻ പറഞ്ഞ നിസ്സാരപ്പെട്ടൊരു കാര്യം പറഞ്ഞ, നടന്നൊരു കാര്യം പറഞ്ഞ. കാരണം എന്താ? നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച്, ക്ഷമിക്കുവാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം, പക്ഷെ നമുക്കത് നഷ്ടപ്പെടുകയാണ്. മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം. തോമസ് ലീഗ ആ ഒരു ബോധ്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ ഈ ഒരു കരുത്ത് മതി. എന്താ? ഈ ലോകം ശാശ്വതമല്ല, എനിക്ക് മറ്റൊരു ലോകമുണ്ട്. ആത്മാവബോധമുള്ളവരുടെ ഒന്നാമത്തെ സവിശേഷതയാ നിലനിൽക്കുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള ബോധ്യം. എന്താ പൗലോസ് പറഞ്ഞത്? നിത്യ തേജസ്സിന്റെ ഗാനം ഓർക്കുമ്പം നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. രണ്ടാമതായിട്ട് ഈ ആത്മാവബോധമുള്ളവരുടെ സവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ തിന്മയോട് സന്ധി ചെയ്യാതിരിക്കാനുള്ള കരുത്താണ്. തിന്മയോട് സന്ധി ചെയ്യാതിരിക്കാനുള്ള കരുത്ത്. തിന്മയുടെ നടുവിൽ നിൽക്കേണ്ട വരും, മ്ലേച്ഛതയുടെ നടുവിൽ നിൽക്കേണ്ട വരും, നോഹയെ പോലെ. പക്ഷേ അത് ലവലേശം ആരെ തീണ്ടുകയില്ല, ഇങ്ങനെയുള്ളവരെ തീണ്ടുകയില്ല. അൺകോംപ്രമൈസിങ് ഫെയ്ത്ത് ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് മക്കാബിയുടെ പുസ്തകത്തിൽ ശ്മൂനിയെ കുറിച്ച് വായിക്കുന്നുണ്ട് അല്ലേ? ആരെക്കുറിച്ചാ? മർത്തശ്മൂനി. യഹൂദർക്ക് നിഷിദ്ധമായ പന്നിമാംസം കഴിക്കാൻ പറയുകയാ. അമ്മ പറഞ്ഞു വേണ്ട, ഓരോ മക്കളെയും ചുട്ടരിച്ചു അങ്ങം ഛേദിച്ചൊക്കെ കൊല്ലുകയാണ്. അവസാനത്തെ മകന്റെ ഊഴമെത്തുമ്പം അതിനെ തലയടിച്ചാണ് കൊല്ലുന്നത്. ഊഴമെത്തുമ്പം ഈ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുക, 2 മക്കാബിയർ 7:22, മക്കളെ നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ ഉരുവായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉരുവാക്കിയ ദൈവത്തെ പ്രതി നമ്മൾ, അവന്റെ നിയമത്തെ പ്രതി നമ്മൾ ജീവൻ ഹോമിക്കുന്നുവെങ്കിൽ അവൻ രണ്ടാമത് വന്ന് അവൻ നമുക്ക് ജീവൻ നൽകിക്കൊള്ളും. ഒരു അമ്മ കൊടുത്ത വലിയ സന്ദേശമാണ്. തിന്മയോട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാത്തൊരമ്മ ആത്മാവബോധം നൽകുന്ന ചിത്രമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ള എത്രയോ മനുഷ്യരുണ്ട്. കർണാടകയിലെ സ്പീക്കറായിരുന്ന രാമകൃഷ്ണസ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ, അവിടെ കുതിരക്കച്ചവടമാണല്ലോ രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ളത്. 5-10 കോടി മുടക്കി ഓരോരുത്തരെ 50 കോടിയൊക്കെ കൊടുത്ത് ഓരോരുത്തരെ അപ്പുറത്തെ നിരയിലേക്ക് മാറ്റുമ്പം ഈ മനുഷ്യനെ വിളിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞു, വേണ്ട, ഞാനൊരു പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി മാത്രം നിന്ന ആളാണ്. മനോരമ ചാനലുകാർ കാണിച്ചത് ആ മനുഷ്യന്റെ വീട് കാണിച്ചു. ഒറ്റ മുറിയുള്ളൊരു കെട്ടിടത്തിലാണ് അങ്ങനെ താമസിച്ചത്. ഒറ്റ മുറി മാത്രം, ഒരു ചായ്പില. കർണാടകയിലെ അന്ന് രാജിവെച്ച മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കർണാടകയിലെ സ്പീക്കർ താമസിച്ച ഒറ്റ മുറിയില. കോടികളുള്ളവർ 50 കോടിക്ക് 20 കോടിക്കൊക്കെ പിന്മാറിപ്പോയപ്പോഴും കൂറുമാറിയപ്പോഴും ഈ മനുഷ്യൻ ആ ബോധ്യത്തിൽ നിലനിന്നു. തിന്മയോട് സന്ധി ചെയ്യാതെ ഒറ്റ മുറി വീടേ ഉള്ളൂ. നമ്മളോട് പറയാ നല്ലൊരു ജോലി, ഒരു കാറും, 2 ഇച്ചിരി വീടും വസ്തുവൊക്കെ, നമ്മൾ അന്നേരം മാറും. ഏത് വിശ്വാസവും മാറും. ഏത് കാര്യത്തോടും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. കഴിഞ്ഞിടങ്ങളിലൊക്കെ കണ്ടില്ലേ, സ്വന്തം കാര്യം സാധിക്കാൻ ഒരാൾ ഭാര്യയെ മറ്റൊരുത്തിന് കാഴ്ചവെച്ചത് ചിത്രം മനോരമ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തി. തിന്മയോട് സന്ധി ചെയ്യുന്ന കാലം, അവിടെയാണ് ആത്മാവബോധമുള്ള തിന്മകളുടെ നടുവിൽ നിന്നാലും സന്ധി ചെയ്യാതിരിക്കുന്നൊരു ബോധ്യം.
മൂന്നാമതായിട്ട് ആത്മാവബോധമുള്ള തിന്മകളുടെ നടുവിൽ നിന്നാലും സന്ധി ചെയ്യാതിരിക്കുന്നൊരു ബോധ്യം. മൂന്നാമതായിട്ട് അപകടകരമായ ധൈര്യം പുലർത്തിയിരിക്കും ആത്മാവബോധമുള്ളവർ. ഇവിടെയും കാണാം, മാനവരാശി ഒന്നാകെ തിന്മയിലേക്ക് വഴുതിപ്പോയപ്പോൾ ദൈവത്തിന്റെ വഴിയിലൂടെ ആര് ഒറ്റയ്ക്ക് നടന്നു? നോഹ ഒറ്റയ്ക്ക് നടന്നു. ഒറ്റയ്ക്ക് നടക്കുകയാണ്. എല്ലാവരും തിന്മയുടെ വഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും നോഹ ഒറ്റയ്ക്ക് നടന്നു. അതുകൊണ്ടാണ് ക്രിക്കറ്റിന്റെ രാജാവെന്ന് വിളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ പിതാവ് സച്ചിനോട് പറഞ്ഞ കാര്യമുണ്ട്, മോനെ, ലക്ഷ്യത്തിലെത്തുവാൻ കുറുക്കു വഴികളൊന്നും ജീവിതത്തിൽ തേടരുത്. കിങ് ഫിഷർ എന്ന് പറയുന്ന കമ്പനി, ബിയറിന്റെ കമ്പനിക്കാർ സച്ചിൻ ടെണ്ടുൽക്കറെ പരസ്യത്തിന് വിളിച്ചു. 50 കോടി രൂപയാ ഒരു വർഷത്തെ പ്രതിഫലം. സച്ചിൻ പറഞ്ഞു, മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഇതിന് പിന്നാലെ ഞാൻ ഒരിക്കലും വരികയില്ല. 50 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു പരസ്യം കൊണ്ട് വഴിതെറ്റിക്കുന്നതിന് പിന്നാലെ ഞാൻ എൻ്റെ ആദർശം, എൻ്റെ അപ്പൻ പഠിപ്പിച്ച ആദർശം വിട്ട് ഞാൻ വരികയില്ല. അപകടകരമായ ധൈര്യം പുലർത്തും. പ്രിയമുള്ളവരെ, നോഹയെ സംബന്ധിച്ചറിയാം, തിന്മയുടെ മധ്യത്തിൽ സ്വന്തം അടിത്തറ ഇളകാതെ സൂക്ഷിച്ചവനാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, മർത്തമരി സമാജത്തിൻ്റെ മീറ്റിങ്ങിനൊക്കെ വായിച്ചിട്ടുണ്ടാകാം. എസ്തേറിന്റെ പുസ്തകം ആ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, 3 ഭൂഖണ്ഡങ്ങളായിട്ട് പടർന്നു കിടക്കുന്ന പേർഷ്യ രാജ്യത്തിൻ്റെ മഹാറാണിയാണ് അവൾ. 7 ദിവസം നീണ്ടു നിന്ന ഒരു വലിയ മഹാവിരുന്നിൻ്റെ നടുവിൽ രാജാവ് കൽപ്പനയിടുകയാണ് അവളുടെ സൗന്ദര്യം പൊതുസദസ്സിൽ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വായിച്ചു നോക്കണം. സ്ത്രീ എന്ന നിലയിലുള്ള ആത്മാഭിമാനം, സ്ത്രീത്വത്തിന്റെ വിശുദ്ധി, ആരുടെ മുന്നിൽ ഞാൻ അടിയറവ് വെക്കുകയില്ല. മിനിഞ്ഞാന്ന് മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ ഒരാവശ്യമായി ബന്ധപ്പെട്ടെന്നപ്പോൾ, തിരുവനന്തപുരംകാരനാണ് ഇപ്പോഴത്തെ SI, ഒരു ചെറുപ്പക്കാരനാണ്, 30 വയസ്സുകാരൻ. അദ്ദേഹം പറയുകയാ, എൻ്റെ അച്ഛൻ, ഞാൻ സന്ധ്യയ്ക്ക് 4 മണിക്ക് ഈ സ്കൂളൊക്കെ വിട്ട ഈ സമയത്ത്, ഈ വൈകിട്ട് സമയത്ത് അവിടെ ജംഗ്ഷനുണ്ട്, ബുദ്ധ ജംഗ്ഷൻ എന്ന് പറയും. അവിടെ ചെന്നപ്പോൾ മരത്തിൻ്റെ പുറകിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, ചെറു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ. ഇദ്ദേഹം പറഞ്ഞു, എന്തിനാ അവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ മറുപടി പറയുകയാണ്, ഞങ്ങൾ ഇവിടെ നിന്നാൽ എന്താ സാറേ കുഴപ്പം? ആരാ ചോദിച്ചെന്നറിയാമോ? ഈ ആമ്പിള്ളേരല്ല, നേരെ ഇപ്പുറത്തിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ. ഒരുത്തനൊരു കേസിന് പിടിച്ച ഉടനെ കുട്ടി സഖാക്കന്മാർ ആരും ചെന്ന് ഇറക്കിക്കൊണ്ട് പോകും. എന്തിനും അതിക്രമത്തിന്റെ ഒരു കാലഘട്ടം. ചിന്തിച്ചു നോക്കണം, എല്ലാത്തിനോടും സമരസപ്പെടുക നമ്മുടെ യൗവന തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ, കൊച്ചു പെൺമക്കൾ. ബസ് കയറിയൊക്കെ സ്കൂളിൽ പോയിട്ട് ഒരുമിച്ച് യൂണിഫോം ഒക്കെ കാണും, വളരെ മനോഹരമാണ്, എല്ലാം വേണം, നല്ലത് തന്നെയാണ്. പക്ഷെ അതിർവരമ്പുകൾ ലംഘിക്കരുത് ജീവിതത്തിന്റെ. ഒരു തലമുറ ഇനിയുള്ള തലമുറയിലേക്ക് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. നമ്മുടെ ഈ പ്രാർത്ഥന അനുഭവങ്ങളില്ല, ആരാധന അനുഭവങ്ങളില്ല, നമ്മുടെ ഈ വലിയ ദേവാലയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതിനുള്ളിൽ നിൽക്കാൻ യൗവനക്കാരില്ലാതാകുകയാണ്. ഞാൻ യുവജന പ്രസ്ഥാനത്തിന്റെ ചുമതലയുള്ള ആളാണ്. മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ആവശ്യം സെലിബ്രിറ്റികളാണ്. ഒന്ന് രാഷ്ട്രീയക്കാരൻ വന്ന് പ്രസംഗിക്കണം, അല്ലെങ്കിൽ സിനിമാ നടന്മാരോ നടിമാരോ വരണം. വേദപുസ്തക പഠനത്തിന് ആളില്ലാതാവുകയാണ്. ചോദിക്കൂ, ലോകത്തിൻ്റെ സംസ്കൃതികളോട്, ലോകത്തിൻ്റെ കാര്യങ്ങളോട്, ലോകത്തിൻ്റെ പ്രദർശനങ്ങളോട്, സൗന്ദര്യങ്ങളോട്, ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളോട് അനുരൂപപ്പെട്ടു പോകുന്നൊരു തലമുറ. അവിടെയാ ഈ രാജ്ഞി പറയുകയാണ്, എൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഇന്ന് എല്ലാത്തിലൂടെയും ഇങ്ങനെ എങ്ങനെ പ്രദർശിപ്പിക്കാമെന്ന് PhD എടുക്കുന്നവരാണ് നമ്മുടെ സമൂഹം. അവിടെയാണ് നോഹ വ്യത്യസ്തനായി അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധത്തോടെ വഴിതെറ്റിയ വ്യവസ്ഥിതിക്ക് വേറിട്ട ശബ്ദമായി. ദൈവമുഖം നഷ്ടപ്പെട്ട സാംസ്കാരിക ചുറ്റുപാടിൽ ദൈവത്തിന്റെ ആൾരൂപമായി ആര് നിന്നു? നോഹ നിന്നു. 1, അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചവൻ. 2, ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തിയവനാണ് നോഹ. ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തിയവൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ദൈവം പറഞ്ഞതുപോലെ അവൻ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. ഇവിടെ പറയുന്നുണ്ട്, വേദപുസ്തകത്തിലല്ല ചരിത്രത്തിൽ പറയുന്നു, 120 വർഷത്തോളം നോഹ പ്രസംഗിച്ചു. എന്തോനെ കുറിച്ചാ? ആ ദേശത്തിന്റെ മ്ലേച്ഛതയെക്കുറിച്ച് പ്രസംഗിച്ചു. പക്ഷെ നോഹയുടെ പ്രസംഗം ആരും ചെവിക്കൊണ്ടില്ല. പക്ഷെ അവിടെ പറയുകയാ, നോഹ യഹോവയാം ദൈവം പറഞ്ഞതുപോലെ അവൻ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞാൽ
ദൈവ കൽപ്പനകളിൽ അവൻ ആനന്ദം കണ്ടെത്തി. കാരണം അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് മഴ പെയ്യുക എന്നുള്ളത്. എന്നാൽ തൻ്റെ കുടുംബം അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വീട് കൂദാശ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള നേരണത്തെ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ്. വീട് കൂദാശയ്ക്ക് തിരുമേനിയെ വിളിക്കാൻ വേണ്ടി പറയുന്നതല്ല. തിരുമേനിയെ വിളിച്ചാൽ തിരുമേനി ആദ്യം കുടുംബനാഥനോട് പറയും, വേദപുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പറയും, ഈ സങ്കീർത്തനം അങ്ങോട്ട് യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്നേവനും ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ചിന്തിച്ചു നോക്കാം. എനിക്ക് വിഷമമൊന്നും, ഞാൻ പറഞ്ഞില്ല, മാനസിക വിഷമത്തിലുണ്ട് പല കാര്യങ്ങൾ. പള്ളിപ്പറമ്പ് പോലും, ദൈവത്തെ വിളിക്കേണ്ട സ്ഥലം പോലും, പള്ളിയുടെ ഉൾത്തടങ്ങൾ പോലും, പള്ളിയുടെ പരിസരങ്ങൾ പോലും ദൈവഭയമില്ലാത്തവരുടെ അതീശത്വമായി മാറുകയാണ്. പെരുന്നാളുകൾ പൂളാനുള്ളതും പെരുന്നാളുകൾ കലഹിക്കാനുള്ളതും പെരുന്നാളുകൾ തുള്ളാനുള്ളതുമായി മാറുകയാണ്. നൊയമ്പ് സമയമാണ് വരുന്നത്. എനിക്ക് സന്തോഷം തോന്നി. പോലീസ് നിരോധിച്ച് രാത്രി 10 മണി കഴിഞ്ഞ് കരോളിറങ്ങാൻ പാടുള്ളതല്ല. ഒന്നും തോന്നരുത്, ലോകം മൊത്തം കേൾക്കുന്നുണ്ട്, കേട്ടോട്ടെ. ചെറുപ്പക്കാരനെ വിളിച്ചു ചോദിക്കാവോ, നീ എവിടുന്നാടാ മദ്യപിക്കാൻ പഠിച്ചു ചോദിച്ചാൽ അവൻ പറയും, 25 നൊയമ്പിന്റെ ഇടയ്ക്കത്തെ ക്രിസ്മസ് കരോളിന്റെ രാത്രിയിലാണ് ഞാൻ പഠിച്ചത്, ഈ കോഴ്സ് പഠിച്ചത്. ചിരിക്കാൻ പറയുകയല്ല. എത്രയോ സ്ഥലങ്ങൾ കരോൾ ഇറങ്ങുന്ന നേരായ ഉദ്ദേശത്തിലാണ് ഇറങ്ങുന്നത്. എല്ലാവരെയും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. എത്രയോ സ്ഥലങ്ങളിലുണ്ട്, എത്രയോ ഇടങ്ങളിലുണ്ട്. അച്ഛൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളൊന്നും ദൈവഭയം ഇല്ലാത്തവരുടെ അതീശത്തിൽ ഉൾപ്പെടുകയാണ്. ചിലരൊക്കെ ഉണ്ട്, നിങ്ങളെക്കുറിച്ചല്ല, കമ്മിറ്റിയിലൊക്കെ കയറിയിരിക്കാറുണ്ട്. കമ്മിറ്റി തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന ഒരെണ്ണം പോലും അറിഞ്ഞുകൂടാ. തീരാ നേരെ ശുദ്ധമുള്ള ഭാവമില്ല, അതും അറിഞ്ഞുകൂടാ. കൗമാ ചൊല്ലാൻ ചോദിച്ചാൽ എന്തോ സാധനം അറിഞ്ഞുകൂടാ. ഒരു പ്രാർത്ഥന പോലും അറിഞ്ഞുകൂടാത്തവരെ നമ്മൾ മാറുകയാണ്. പുറമേ മാത്രം ഇങ്ങനെ കുറെ ഭരണത്തിലും എല്ലാത്തിനെയും പിന്നി നിൽക്കാനും, കുറെ കാര്യങ്ങൾ ചെണ്ടയും ബാൻഡ് സെറ്റൊക്കെ ക്രമീകരിച്ച് അവരുടെ നിന്ന് കമ്മീഷൻ വാങ്ങിക്കാനും, പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ആശാഴ്ച പയർ വാങ്ങിക്കുന്നതിന് കമ്മീഷൻ വാങ്ങിക്കാനും, അരിക്കാത്ത കമ്മീഷൻ വാങ്ങിക്കാനും ഒക്കെയായി ഒരു സമൂഹമായി രൂപപ്പെടുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നോടാണ് ഈ പറയുന്നത്. എൻ്റെ അപ്പൻ എന്നെ വേറൊന്നും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ പള്ളി, ഞാൻ യൂത്തിൻ്റെ ട്രഷറായി 98 സമയങ്ങളൊക്കെ ഞങ്ങളുടെ പള്ളി 10,100 വീടുള്ള പള്ളിയാണ്. എൻ്റെ തന്നു വിട്ടിട്ട് പറയും, ഈ പൈസ നീ പള്ളി ഇട്ടേക്കണം. നീ അന്ന് ഒന്ന് 1 രൂപ തൊട്ട് 5 പൈസ 20 പൈസ 10 പൈസയുടെ സമയമാണ്. 1 രൂപയെങ്കിലും നിന്റെ കയ്യിലോട്ട് വരരുത്. പാപിയും വേശ്യയും ചുങ്കക്കാരനും പാവം പിടിച്ച മീമിക്കുന്നവനും എല്ലാ ജോലി ചെയ്യുന്നവരും ഒരുമിച്ച് ചെയ്യുന്ന സ്ഥലമാണ്. ദൈവ കൽപ്പനകളിൽ നമുക്ക് ആനന്ദമില്ല. പക്ഷെ പുറമോടികളായ കാര്യങ്ങളിൽ നമ്മൾ ആനന്ദിക്കുക, താൽക്കാലികമായ സുഖങ്ങളിൽ ആനന്ദിക്കുകയാണ്. നോഹ പ്രളയത്തിലല്ല വിശ്വസിച്ചു, ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ചു. നമ്മുടെ ഇലക്ഷനുകളൊക്കെ വരുമ്പം ഒരു ദൈവവാക്യം അച്ഛൻ ആദ്യം വായിക്കുമല്ലോ, വേദപുസ്തകം എടുത്തിട്ട് അവിടെ പ്രസംഗിക്കുമല്ലോ, ഉപക്രമത്തിൽ പ്രസംഗിക്കുമല്ലോ. എന്നിട്ടും പാതിരാത്രി വരെ പോകുന്നില്ലേ ഒരാളെ തെരഞ്ഞെടുക്കുവാൻ താൽക്കാലിക സ്ഥാനത്തിന് വേണ്ടി? ഇതൊക്കെ ദൈവ കൽപ്പനകളുടെ ലംഘനമാണ്. ദൈവ കൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നോഹ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ചു. ഓർത്തോളണം, നമ്മുടെ മുമ്പിൽ 2 വഴിയാ. താൽക്കാലിക ആഹ്ലാദത്തിന്റെ വിശാല വഴിയും നിത്യാനന്ദത്തിന്റെ ഇടുങ്ങിയ വഴിയുമാണ്. പക്ഷേ ഞാൻ ഉൾപ്പെടെ നമ്മൾ പോകുന്നതെല്ലാം താൽക്കാലിക ആഹ്ലാദത്തിന്റെ വിശാലമായ വഴിയിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പരിണത ഫലം എന്താ? നാശനഷ്ടത്തിലേക്കും ജീവിതത്തിന്റെ നഷ്ടത്തിലേക്കുമാണ്. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് ദാനിയേൽ പ്രവാചനം. ദാനിയേൽ പ്രവാചകൻ BC 605 ജീവിച്ചിരുന്ന ആളാണ്. ദാനിയേലിനെയും കൂട്ടരെയും പ്രവാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. പ്രവാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ തീർച്ചയായും ദൈവത്തെ വിളിച്ച കുഞ്ഞുങ്ങളെയാണ് പ്രവാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവത്തെ മറക്കാൻ ന്യായമുണ്ട്. എന്നോട് യൗവനക്കാരൻ ചോദിച്ച പോലെ കൊറോണ വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു വെച്ചാ, പിന്നെ എന്തിനാ ഞാൻ പള്ളിയിൽ വരുന്നത്, ദൈവത്തെ വിളിക്കുന്നത്? തീർച്ചയായും അവൻ്റെ ന്യായം അതാണ്. കൊറോണ വന്ന് അപ്പനെയും നഷ്ടപ്പെട്ട് കാണാൻ പറ്റാതെ വിദൂരങ്ങളിൽ വിദേശത്ത് അടക്കി മണലാണ് അടക്കേണ്ട വന്നവൻ്റെ മകൻ്റെ രോദനം അതാണ്. സത്യമാണ്, ദൈവത്തെ മറക്കും. മാനുഷികമായ ബലഹീനതയിൽ, മാനുഷികമായ ചിന്തയിൽ. ഇവിടെ ദാനിയേൽ പ്രവാചകൻ, ദാനിയേൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ദൈവത്തെ മറക്കാൻ ന്യായമുണ്ട്. കാരണം ബാബിലോൺ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ്റെ മതം വിലക്കിയ ഭക്ഷണം അടുത്താരുമില്ല. ഇന്ന് CCTV വെച്ചിട്ടുണ്ട് വീട്ടിലെല്ലാം. CCTV ഇല്ല, ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല.
ദാനിയേൽ പറയുന്ന കാര്യമാണ് 1-ാം അധ്യായത്തിന് 8-ാം വാക്യം. രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ അശുദ്ധമാകുകയില്ല. അപ്പനോ അമ്മയോ CCTV ആരുമില്ല പ്രിയമുള്ളവരെ. പക്ഷെ അവൻ പറയുക, എനിക്ക് നോമ്പാണ്. രാജാവ് കുടിക്കുന്ന ഭോജനം കൊണ്ട്, കഴിക്കുന്ന ഭോജനം കൊണ്ടും കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ അശുദ്ധമാകുകയില്ല. അവൻ പറയുന്നത് എനിക്ക് നോമ്പാ. കാരണം എന്താ? അവൻ്റെ തീരുമാനം ദൈവ കൽപ്പനയ്ക്കെതിരായി ഞാൻ ഒന്നും ചെയ്യുകയില്ല. നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ വീഡിയോകളിലൊക്കെ ഇപ്പം ചെന്നപ്പം ചുമ്മാ ചോദിച്ചു, ചോറിന് എന്താ കറി? ഒന്നുമില്ല അച്ഛാ, ഇച്ചിരി മോരും ഇതൊക്കെ ഉള്ളൂ. അപ്പം ഒരാൾ പറഞ്ഞു, അച്ഛാ മീൻ കഴിക്കുന്നതിനകത്ത് പ്രശ്നം. ഞാൻ പറഞ്ഞുണ്ട്, ഔഗൻ ബാബയുടെ കൽപ്പനയുണ്ട്, മീൻ കഴിക്കുന്ന പ്രശ്നമില്ലെന്നൊക്കെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. അപ്പം അതിനകത്ത് അമ്മാമ്മ ചോദിക്കും, ഈ അച്ഛൻ എന്തൊരു അച്ഛനാ മീൻ കഴിച്ചോളാൻ? എന്നോട് പറഞ്ഞ് മീൻ ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ്. പക്ഷെ ദാനിയേൽ പറയുകയാണ്, എനിക്ക് നോമ്പാണ്, ഞാൻ അശുദ്ധമാകുകയില്ല. 6-ാം അധ്യായത്തിൽ വായിക്കുന്നതിനാണ് പ്രാർത്ഥിക്കാൻ പള്ളിയൊന്നുമില്ല. അവിടെ എഴുതി വെച്ചിരിക്കുക, അവൻ താൻ മുമ്പേ ചെയ്തിരുന്ന പോലെ ദിവസവും യെരുശലേമിന്റെ നേരെ കിളിവാതിലുകൾ തുറന്ന് 3 നേരം. കൊറോണ വന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥന എത്ര നേരമായി? 1 നേരം പോലും ഇല്ലാതായി. പക്ഷേ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദാനിയേൽ എന്തെടുത്തതാ? 3 നേരം അവൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? അവൻ കിളിവാതികൾ തുറന്ന, കിഴക്കോട് ദർശനമുള്ള കിളിവാതിൽ തുറന്നവൻ 3 നേരം മുട്ടുകുത്തി അവൻ പ്രാർത്ഥിച്ചു. കാരണം എന്ത് സംഭവിച്ചെന്നാ? അവനെ സിംഹം തൊട്ടില്ല. നമുക്കെന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് 10 A+ കിട്ടിയില്ലെങ്കിൽ 1 A+ കുറഞ്ഞാൽ ആത്മഹത്യയാണ്. ജോലി കിട്ടി, ഇന്റർവ്യൂവിന് പോയി ജോലി കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ. പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതാവുകയാണ്. കാരണം എന്താ? വെറും തൊട്ടവാടി പോലെ ഒരു സമൂഹമായി വളർത്തുകയാണ്. ശരീരം നല്ലതാണ്, നല്ല വളവളാന്ന ശരീരമൊക്കെ ഉണ്ട്. പക്ഷെ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കഴിവില്ലാത്തൊരു തലമുറ വളർന്നു വരികയാണ്. ഞാൻ പറയും, മക്കളെ ഒരു കാര്യം ഓർത്താൽ മതി. ഇപ്പം സന്ധിയായിട്ടുണ്ട്, ഇരുട്ടാണ്, ഇതാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധി. പക്ഷെ ഇവിടെ നോക്കിയാൽ ചുറ്റുപാടുകൾ മുഴുവൻ വെട്ടമുണ്ട്, മുകളിലോട്ട് നോക്കിയാൽ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒരു വലിയ പ്രത്യാശ. പക്ഷെ ഇരുട്ടിനെ ഒന്ന് അതിജീവിക്കാൻ ചെറിയ വെട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാവിലെ ആകുമ്പോൾ വലിയൊരു പ്രത്യാശ ഉണ്ട്. എന്താണ്? ഇരുട്ടൽപ്പം പോലും ഇല്ലാതെ വലിയ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് നമ്മുടെ ജീവിതം. ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാവും, അവിടെ വെളിച്ചമായി മാതാപിതാക്കളും സഹോദരങ്ങളും ആരൊക്കെ ഉണ്ടാവും. ദൈവവചനം ഉണ്ടാകും. പിറ്റേന്നെന്തായി? പ്രകാശം പരത്തുകയാണ്. ശകലം പോലും പ്രതിസന്ധി ഇല്ലാതാവുകയാണ്. ഓർക്കണം, അതുകൊണ്ട് അവനെ സിംഹം തൊട്ടില്ല. ആരെയാ? ദാനിയേലിനെ. എന്തിൽ ആഹ്ലാദിച്ചോണ്ടാ? ദൈവത്തിൽ, ദൈവ കൽപ്പനകളിൽ അവൻ ആനന്ദം കണ്ടെത്തിയതുകൊണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾ ഇന്ന് നമ്മുടെ സ്വയം കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുകയാണ്. പക്ഷേ ദൈവ കൽപ്പനകളിൽ, ദൈവം പറഞ്ഞ വാക്കിൽ അല്പം പോലും മാറ്റം വരുത്താതെ നോഹ ചെയ്തത് അവൻ പറഞ്ഞതുപോലെ തന്നെ ആര് ചെയ്തു? നോഹ ചെയ്തു. കാരണം ആ കാലഘട്ടം വരെ മഴ എന്താണെന്ന് അറിഞ്ഞുകൂടാ. മഴയുടെ ലാഞ്ചന പോലും ഇല്ലാത്ത നാളിൽ വൈകാതെ പ്രളയമുണ്ടാകുമെന്നും പെട്ടകം പണിയണമെന്നുമുള്ള കൽപ്പന ആരനുസരിച്ചു? നോഹ അനുസരിച്ചു. പക്ഷെ നോഹയുടെ പ്രസംഗവും നോഹ പറഞ്ഞതും അവിടുത്തെ ജനമൊന്നും കേട്ടില്ല. എന്താ സംഭവിച്ചത്? ആ നോഹയും അവൻ്റെ കുടുംബവും മാത്രം രക്ഷ പ്രാപിച്ചു. എന്തുകൊണ്ടാ? ദൈവ കൽപ്പനകളിൽ അവൻ ആനന്ദം കണ്ടെത്തിയത് കൊണ്ടാണ്. ആരൊക്കെ അവൻ വിശ്വസ്തയോടെ ദൈവവും മുമ്പാകെ നിന്നു, ആരൊക്കെ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ടോ അവർക്കെല്ലാം അതികഠിനമായ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ആരൊക്കെ വിശ്വാസത്തിൽ നിലയുറത്ത് നിൽക്കുന്നുണ്ടോ അതികഠിനമായ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വേദപുസ്തകം എടുത്ത് നോക്കിയാട്ട് വിശ്വാസത്തിലും വിശ്വസ്തതയിലും നിന്നിട്ടുള്ളവർക്കെല്ലാം അതികഠിനമായ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നവരുടെ ചിന്തയില്ലേ? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നോയമ്പ് നോക്കിയിട്ടുണ്ട്, പള്ളിയിൽ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് മാത്രം മാറാത്ത സങ്കടങ്ങൾ എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി പാടിയത്, ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവൻ. ഒരു മനുഷ്യൻ എന്നും അമ്പലത്തിൽ ദൈവത്തെ പ്രകീർത്തിച്ച് പാട്ടുപാടുന്ന മനുഷ്യനാണ്. പേര് പൂന്താനമെന്നാണ്. കവി. അദ്ദേഹത്തിന് വാർദ്ധക്യത്തിന് മകനുണ്ടായി. നന്നെ വാർദ്ധക്യമായപ്പോഴാണ് മകനുണ്ടായത്. ആ മകൻ്റെ 1-ാം ജന്മദിനത്തിന് മകൻ മരിച്ചു പോവുകയാണ്. കാത്തിരുന്നൊരു മകനുണ്ടാകും. പൂന്താനത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഭക്തനായ കവി പൂന്താനം. മകൻ മരിച്ചുപോയി. 1-ാമത്തെ ബർത്ത്ഡേ ജന്മദിനത്തിനെന്ന കുഞ്ഞു മരിച്ചു പോവുകയാണ്. എല്ലാവരും ഇവൻ പാടിയതും പ്രാർത്ഥിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ്? ആ മരിച്ചു പോകുമ്പോഴും അമ്പലത്തിൽ ചെന്നിട്ട് പാടുകയാണ്, ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ എന്തിനാണ്?
ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ എന്തിനാണ്? ആളുകളെല്ലാം നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്. വിശ്വസ്തതയും വിശുദ്ധിയും വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് അതികഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. നോഹ അതികഠിനമായ പരീക്ഷണങ്ങൾ ദൈവകൽപ്പനകളിൽ മാത്രം വിശ്വസിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ വാക്കിൽ മാത്രം വിശ്വസിച്ച് വിശുദ്ധിയോട് ജീവിച്ചിട്ടുണ്ട്. അവരോട് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ അവർക്കൊരു പ്രതിഫലമുണ്ട്. എന്താ? നോഹയ്ക്കോ യഹോവയുടെ കൃപ ലഭിച്ചു. ഞാൻ അവസാനിപ്പിക്കുക. രണ്ടാമത്, ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തിയവൻ. 3, ആഘോഷങ്ങൾക്കിടയിലും ആരാധനയിൽ അഭയം പ്രാപിച്ചവനാണ് നോഹ. അവൻ ആശ്വാസമായത് അങ്ങനെയാണ്. ആഘോഷങ്ങൾക്ക് നടുവിലും ആരാധനയിൽ അഭയം പ്രാപിച്ചവൻ. പ്രളയം വന്നു, 150 ദിവസത്തോളം വെള്ളം പൊങ്ങി നിന്നു. അവസാനം കാക്കയും പ്രാവിനെയൊക്കെ വിട്ട് അവസാനം ആരാറാത്ത് പർവ്വതത്തിന്റെ മുകളിൽ എന്ത് വന്നു നിന്നു? പെട്ടകം വന്ന് നിന്നു. ഭൂമിയെല്ലാം ഉണങ്ങി. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, 8-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവം നോഹയെ ഓർത്തു. നീ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം നോഹയെ ഓർത്തു. ഓർത്തു നോക്കിയേ. ചുറ്റുമുള്ളവർ കുഴഞ്ഞു വീണിട്ടില്ലേ? ചുറ്റുമുള്ളവർ കൊറോണ ബാധിച്ച് എത്രയോ പേർ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ദൈവം ഓർത്ത് എത്രയോ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മാരകമായ രോഗങ്ങൾ, മാരകമായ അപകടങ്ങൾ, കൊറോണയുടെ പ്രതിസന്ധി, മക്കളും മരുമക്കളായി, ഭർത്താവായി, ഭാര്യയായി, വിദൂരങ്ങളിലൊക്കെ എത്രയോ പേര് പിടഞ്ഞു വീണപ്പോഴും നമ്മളെ ദൈവം എത്രമാത്രം ഓർത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിന് എത്രയോ പേരിന്ന് ഇവിടെ ഇല്ല. കഴിഞ്ഞ വർഷം പെരുന്നാളിരുന്നപ്പോൾ ഇനി ഒരു പെരുന്നാളിന് ഈ ദേവാലയത്തിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച കാലഘട്ടങ്ങളില്ലേ? അവിടെയൊക്കെ ദൈവം നമ്മെ അതിശയകരമായിട്ട് ഓർത്തു. ഹി വാസ് ഇൻ ദ മെമ്മറി ഓഫ് ഗോഡ്. നോഹ ദൈവത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു. ദൈവം നോഹയെ ഓർത്തു. കാരണം കടന്നുപോയ യുഗത്തിൽ അവശേഷിച്ച ഏക കുടുംബം ആരുടെ കുടുംബമാ? നോഹയുടെ കുടുംബമാ. കാരണം എന്താ? നശിച്ച ലോകത്തിൽ നശിച്ചവന്റെ പിന്നാലെ അല്ല നോഹ പോയത്. അവൻ ആത്മാവബോധം അവനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരാണ്? ഞങ്ങളുടെ കുടുംബം എന്താണ്? കുടുംബത്തിന്റെ വിളി എന്താണെന്നുള്ള ബോധ്യം. 2, ദൈവം പറഞ്ഞ വാക്കിൽ അണുവിടവിടാതെ ഇത്ര അടി നീളം, ഇത്ര അടി ഉയരം, ഇത്ര അടി വീതി, അവൻ ദൈവം പറഞ്ഞ അളവിനനുസരിച്ച് അവൻ എന്തുണ്ടാക്കി? പെട്ടകം ഉണ്ടാക്കി. അളവിൽ വെള്ളം ചേർത്തില്ല. അവൻ നൊയമ്പിൽ വെള്ളം ചേർത്തില്ല, പ്രാർത്ഥനയിൽ വെള്ളം ചേർത്തില്ല, ആചാരാനുഷ്ഠാനങ്ങളിൽ വെള്ളം ചേർത്തില്ല. അവൻ ദൈവ കൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തി. പക്ഷേ അതവന് പ്രയാസം സൃഷ്ടിച്ചു. ഇവനെ വട്ടൻ എന്നൊക്കെ ആളുകൾ വിളിച്ചു. ഇവൻ എന്താണ് ഈ പറയുന്നത്? മഴ എന്താണ്? എന്ന് പ്രളയമുണ്ടാകുമെന്നാണ് പറയുന്നത്. ആൾക്കാരെല്ലാം അവനെ പുച്ഛിച്ചു. പക്ഷെ അവൻ ദൈവം പറഞ്ഞതിൽ വിശ്വസിച്ചു. അതിൽ അവൻ അടിയുറച്ചു നിന്നു. ഇവിടെ പറയുക, ദൈവം നോഹയെ ഓർത്തു. പ്രിയമുള്ളവരെ, നോഹയിലൂടെയാണ് പ്രളയാനന്തരമുള്ള പുതിയൊരു യുഗമുണ്ടാകുന്നത്. എല്ലാറ്റിനെയും വിഴുങ്ങി 150 ദിവസത്തോളം വെള്ളം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ പറയുക, ദൈവം നോഹയെ ഓർത്തു. അതുകൊണ്ട് എന്താ ചെയ്തത്? നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ, ഞാൻ ആഘോഷം എന്ന് പറയാൻ കാരണം ഇറങ്ങിയ ജീവജാലങ്ങളും ബാക്കി മക്കളുമെല്ലാം അവർ പല വഴിക്കൂടൊക്കെ പോയപ്പോൾ നോഹ എന്ത് ചെയ്തെന്നാ പറയുന്നത്? അവൻ പെട്ടകത്തിൽ നിന്നിറങ്ങി ദൈവത്തിന് അവൻ ബലിപീഠം പണിതു. അവിടെ എഴുതി വച്ചിരിക്കുക, ആ ബലിയുടെ പരിമളവാസന ആസ്വദിച്ച ദൈവം അതിൽ പ്രസാദിച്ചു. നോഹ പ്രളയാനന്തരം ഇറങ്ങി കാലുകുത്തി ആദ്യം ചെയ്തത് അവൻ ആഘോഷങ്ങളിലേക്കല്ല പോയത്, മറിച്ച് അവൻ ദൈവത്തിനൊരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിന്റെ ബലിയുടെ വാസന കേട്ടിട്ട്, യാഗം മണത്തിട്ട് ദൈവം പറയുകയാണ്, ഇനിയും ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കുകയില്ല. നമ്മുടെ ബലി, നമ്മുടെ ആരാധന നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയാണ്. നമ്മുടെ യാഗപീഠം നമ്മുടെ തലമുറയുടെ രക്ഷയാണ്. ആരൊക്കെ ദേവാലയത്തോട് ഭക്തിയോടെ വിശുദ്ധിയോട് ദൈവാശ്രയബോധത്തോട് ചേർന്ന് നിന്നോ അവൻ്റെ എല്ലാം കുടുംബത്തെ ദൈവം ഓർത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മഴ പെയ്യുന്ന മഴ പെയ്യുന്ന വെള്ളങ്ങൾ ചോർന്നൊലിക്കുന്ന ഭവനത്തിൽ നിന്നുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ച് കരഞ്ഞ എത്രയോ കാലഘട്ടങ്ങളുണ്ട്. ഓലമേഞ്ഞ പള്ളിക്കകത്ത് നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച കാലങ്ങളില്ലേ? അവിടെയൊക്കെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഓർത്ത് നോക്കണം. എന്താ പുരോഹിതൻ ചൊല്ലുന്നത്? ആ പ്രാർത്ഥനയിൽ, ഹൂസയ പ്രാർത്ഥനയിൽ പാപപരിഹാരം നൽകുന്നുള്ള പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ കരുണയാൽ എന്നെ നീ ഓർക്കണമേ. എൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. നിന്റെ കരുണയാൽ എന്നെ നീ ഓർക്കണമേ. ഈ യാഗപീഠത്തിൻ്റെ യാഗം അതിൻ്റെ സൗരഭ്യവാസന മണത്തിട്ട് ദൈവം പറയുകയാണ്, മനുഷ്യൻ കാരണം ഇനി ഭൂമിയെ ഞാൻ ശപിക്കുകയില്ല. കാരണം തന്നെ രക്ഷിച്ച ദൈവത്തെ മറക്കാതെ
അവൻ യാഗപീഠം പണിതു. ഈ യാഗപീഠമാ, ഈ പരിശുദ്ധ മദ്ബഹയാണ്. ഇതിനോട് ആരൊക്കെ പിണഞ്ഞിരുന്നിട്ടുണ്ടോ, ഇതിനോട് ആരൊക്കെ ചേർന്ന് നിന്നിട്ടുണ്ടോ, ഈ ആരാധനയിൽ ആരൊക്കെ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ദൈവബോധത്തോടെ സംബന്ധിച്ചിട്ടുണ്ടോ, അവനെയും അവൻ്റെ തലമുറകളെയും ദൈവം ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഓർത്തിട്ടുണ്ട്, തീർച്ചയായും ഓർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ മക്കൾ പാപം ചെയ്തു എന്ന് കരുതി അതികാലത്ത് ഇയ്യോബ് എഴുന്നേറ്റ് പോയി യാഗം കഴിച്ചു. എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളിൽ പാപസ്വാധീനം വരാതിരിക്കുവാൻ അപ്പൻ പോയി യാഗം കഴിച്ചു. എന്താ അതിൻ്റെ പ്രതിഫലം? എത്രയോ കേട്ടത്, എന്താ പ്രതിഫലം? 1-ാം അധ്യായത്തിൽ തുടങ്ങി 37 അധ്യായം വരെ പരാതിയും പരിവം. 42-ാം അധ്യായത്തിൽ വായിക്കുന്ന എന്താ? യഹോവ ദൈവം ഇരട്ടിയായി അവന് നൽകി. 10 പേര് നഷ്ടപ്പെട്ടപ്പോഴാ പിന്നെ 42-ാം തീയതി പറഞ്ഞ 3 മക്കൾ, യമീമ, കെസിയ, കേരൻ, ഹപ്പൂക്ക്, അല്ലെ? 3 മക്കളെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് ഇരട്ടിയായി ദൈവം നൽകി. 10 പേര് മരിച്ചു ദൈവസന്നിധി പോയി, 10 എണ്ണത്തിനെ കൂടെ കൊടുത്തു. എല്ലാം ദൈവം ഇരട്ടിയായി നൽകി. എന്തുകൊണ്ടാ? മക്കൾ പാപം ചെയ്തെന്ന് കഴിഞ്ഞ് ദൈവത്തിന് അധികാലത്തെ യാഗമൊരുക്കിയവന്റെ തലമുറ. ദൈവം വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല പ്രിയമുള്ളവരെ. വീണ്ടെടുക്കാൻ എല്ലാത്തിനും സാധിക്കും. പക്ഷേ നീ യാഗപീഠത്തോട് ചേർന്ന് ദൈവത്തിനോട് പരിമളവാസനയോടെ ഹനനയാഗം കഴിച്ചാൽ, തകർന്ന ഹൃദയത്തോടെ ബലിപീഠത്തോട് ചേർന്ന് നിന്നാൽ തലമുറയെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ 3 പെൺമക്കളുടെ പേര് പറഞ്ഞു. യമീമ, ആ വാക്കിന്റെ അർത്ഥം സുഗന്ധം എന്നാണ്. ശവം കൊണ്ട് ദുർഗന്ധം വമിച്ച വീട്ടിൽ യമീമ സുഗന്ധമായി മാറുകയാണ്. അടുത്ത യമീമ പ്രാവെന്നാണ് വാക്കിന്റെ അർത്ഥം. അവൾ സമാധാനമില്ലാത്ത വീട്ടിൽ, പ്രാവിന്റെ അർത്ഥം സമാധാനം എന്നാണ്, അവൾ സമാധാനമാവുകയാണ്. കെസിയ എന്ന വാക്കിന്റെ അർത്ഥമാണ് സുഗന്ധം. ദുർഗന്ധം വമിച്ച വീട്ടിൽ അവൾ സുഗന്ധമാവുകയാണ്. അടുത്ത വാക്ക് കേരൻ ഹപ്പൂക്ക് എന്നാണ് ആ മകളുടെ പേര്. അതിൻ്റെ അർത്ഥം വർധനമെന്നാണ്. തകർന്നു പോയിടത്ത് തമ്പുരാൻ വർദ്ധിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് 3-ാമത്തെ മകളുടെ പേരിടുന്നത്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ആ യാഗാർപ്പണമാണ് 42-ാം അധ്യായത്തിൽ അവിടെ കാണുകയാണ്. കണ്ണാൽ കണ്ട ദൈവത്തെ, കേട്ടുകേൾവിയുള്ള ദൈവത്തെ എൻ്റെ കണ്ണാൽ ഞാനിപ്പോൾ കാണുകയാണ്. യാഗത്തിൽ പ്രസാദിക്കുന്ന ദൈവം. പ്രിയമുള്ളവർ, അരാറാത്ത് പർവ്വതത്തിൽ മലങ്കാക്കകൾ ശവം കൊത്തിപ്പറിച്ചെടുത്ത് ശൂന്യത മാത്രം അവശേഷിക്കുന്ന ഭൂമിയിൽ അവൻ ആദ്യം ചെയ്തത് യാഗപീഠം പണിയുകയാണ്. കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, സേവിങ് അല്ല, കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യാഗപീഠം പണിതു. നമ്മളൊക്കെ ഇന്ന് തലമുറയ്ക്ക് വേണ്ടി സേവിങ് ആണ്. സമൃദ്ധി നമ്മുടെ തലമുറയെ മൃതമാക്കി കളഞ്ഞു, ഇട്ടുമൂടാനുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അനുസരണമില്ലാത്ത, ഗുരുത്വമില്ലാത്ത, ദൈവഭയമില്ലാത്ത, ദുഃഖത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത, സങ്കടങ്ങളെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു തലമുറ നമ്മുടെ അടുത്ത് വളർന്നു വരികയാണ്. അവർക്ക് പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, ദൈവം വേണ്ട, നോമ്പ് വേണ്ട, പ്രാർത്ഥന വേണ്ട, അതൊരു സമൂഹമായി വളർന്നു വരികയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ അടുത്ത സമയത്ത് വിരമിച്ച, സുപ്രീം കോടതി ജഡ്ജിയായി വിരമിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ആ മനുഷ്യൻ പറയുകയാ, പ്രസക്തമായ 1000 വിധികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 1000 വിധികൾ എഴുതിയതിൽ അല്പം പോലും എനിക്ക് ദുഃഖിക്കേണ്ട വന്നിട്ടില്ല. കാരണം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാ, 1000 വിധികൾ കത്തോലിക്കനാണ്, അവർക്ക് ഒരു ദിവസം എത്ര കുർബാന വേണമെങ്കിലും ആകാം. അവിടെ ആ മനുഷ്യൻ പറയുകയാ, ഈ വിധികൾ എഴുതാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ രാവിലെ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ വിധികൾ എഴുതിയത്. അതുകൊണ്ട് ഈ 1000 വിധികളിൽ അനേക പ്രതിസന്ധികളുടെ നടുവിൽ കൂടെയൊക്കെയാണ് വിധികൾ എഴുതിയത്. അവിടെ എനിക്കൊരു കുറ്റബോധം പോലും എനിക്കുണ്ടായിട്ടില്ല. എല്ലാ ദിവസവും വിധികൾ എഴുതിയ ദിവസങ്ങൾ, അല്ലേലും ഉള്ള ദിവസങ്ങൾ ഞാൻ 1ഉം 2ഉം കുർബാനയിൽ സംബന്ധിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ഒരു തിരക്കുമില്ലാത്ത, വീട്ടിലൊരു ജോലി പോലും ഞായറാഴ്ചയില്ലാത്ത നമ്മളൊക്കെ ഇങ്ങനെ 8:30-ക്കും 9-നും 9:30-ക്കും ഒക്കെയായി അഭിപ്രായം പറയാൻ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് സമയത്ത് മാത്രമായി ഇങ്ങനെ പുറം മോടികളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഈ യൗവന തലമുറ പോലും ബദാമിൻ്റെ ചുവട്ടിലും കൊടിമരത്തിൻ്റെ ചുവട്ടിലും ഓഫീസിൻ്റെ കീഴിലുമായി നിൽക്കുന്ന ഒരു തലമുറയായി വളരുമ്പോൾ ലോകപ്രശസ്തനായ മനുഷ്യൻ പറയുകയാ, ഞാൻ എഴുതിയ 1000 വിധികളിൽ എനിക്ക് അല്പം പോലും പശ്ചാത്താപം ഉണ്ടായിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തെ മറക്കരുത്, ദേവാലയത്തെ മറക്കരുത്. ദൈവം ആഘോഷങ്ങൾക്കിടയിലും അവൻ ആരാധനയിൽ അഭയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ആഘോഷങ്ങളാണ്. ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ ദൈവത്തിൻ്റെ ബലിപീഠത്തിലേക്ക് കടന്നു വരുവാനാണ് വചന ശുശ്രൂഷയും പെരുന്നാളും. അല്ലാത്ത പെരുന്നാളുകൾ അർത്ഥശൂന്യമായി തീരും. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ
ദൈവം 2-2.5 വർഷക്കാലം ദൈവം നടത്തിയ വിധത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അനേകായിരങ്ങൾ വീണുപോയപ്പോൾ, അനേകായിരങ്ങൾ പ്രതിസന്ധിയുടെ നടുവിലൊക്കെ ആയപ്പോൾ ദൈവം എന്നെ ഓർത്തു, ദൈവം എന്നെ കരുതി, എൻ്റെ തലമുറയെ കരുതി. ആ ദൈവത്തിന് തുടർന്നും യാഗപീഠത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയാകട്ടെ. യഹോവ ശപിച്ച ഭൂമിയിൽ ഇവൻ കൈകളുടെ പ്രയത്നത്തിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് കരുതി അവന് നോഹ എന്ന് പേരിട്ട് സംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.